നമസ്കാരം. ആദ്യമേ തന്നെ മാരേജിന് പങ്കെടുത്ത എല്ലാ സ്റ്റുഡൻസിനും ഹൃദയത്തിൽ നിന്നും ഒരു നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുള്ളത് കൊണ്ടാണ് ആ ഒരു മൊമെന്റ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറി ആയിട്ട് ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും വൺസ് ഇൻ എ ലൈഫ് ടൈം മൊമെന്റ് ആണ് അത്. അത് ഞങ്ങൾക്ക് ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ നിങ്ങളെല്ലാവരും തന്ന ആർട്ട് വർക്ക്സ് സുരക്ഷിതമായിട്ട് എൻ്റെ അടുത്തുണ്ട്. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ തന്ന ആർട്ട് വർക്കിന്റെ അപ്രീസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ ഫീഡ്ബാക്ക് എന്നോ റിവ്യൂ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്ന ആർട്ട് വർക്കിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും സൂം പ്ലാറ്റ്ഫോമിലൊക്കെ ആർട്ട് വർക്ക് കാണുന്ന സമയത്ത് ഡിജിറ്റലിയാ കാണുന്നല്ലേ, സ്ക്രീനിന്റെ അപ്പുറമാണ് കാണുന്നത്. പക്ഷെ റിയൽ ആയിട്ട് നിങ്ങൾ വരയ്ക്കുന്ന ആർട്ട് വർക്കുകൾ എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് എനിക്കത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് എന്തോ ഉള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ അടുത്ത് ആർട്ട് വർക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അപ്രീസിയേഷൻ സെഷനിലോട്ട് നമുക്ക് കിടക്കാം. ഓരോ ആർട്ട് വർക്കും വൺ ബൈ വൺ ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഞാൻ പറയുന്നത് ഒരു സെക്കൻഡ് പേഴ്സൺ ഒപ്പീനിയൻ മാത്രമായിട്ട് എടുക്കുക. കാരണം നിങ്ങളുടെ ആർട്ട് വർക്കിനെ കുറിച്ച് നല്ല രീതിയിൽ ഫീഡ്ബാക്ക് പറയാൻ പറ്റുന്നതും ഇമ്പ്രൂവ്മെന്റ് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുന്നതും ഏറ്റവും ആദ്യം നിങ്ങൾക്ക് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അതിനുവേണ്ടി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളതും നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യലും നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഞാനടക്കമുള്ളവര് പറയുന്ന ഫീഡ്ബാക്കും റിവ്യൂവും എല്ലാം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ മാത്രമായിട്ട് എടുക്കുക. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ആർട്ട് വർക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഐപാഡിൽ ആ സ്ക്രീൻ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്പർ ഇടുന്നുണ്ട്. ഓരോ നമ്പർ ഇട്ടിട്ടായിരിക്കും ഓരോ ആർട്ട് വർക്ക് ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ടായിരിക്കുക. കൂടാതെ ഈ ആർട്ട് വർക്കിനെ കുറിച്ച് മാത്രമായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത് വരച്ച ആൾക്കാരെ കുറിച്ചോ അവരുടെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും എന്റെ മൈൻഡിലോട്ട് ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല. എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സൈൻ കണ്ടു കഴിഞ്ഞാൽ പേര് വായിക്കാൻ പറ്റും, ആരൊക്കെയാന്ന് എനിക്ക് അറിയാൻ പറ്റും. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ ബോധർ ചെയ്യുന്നില്ല. പ്യൂർലി എന്റെ കയ്യിലിരിക്കുന്ന ആർട്ട് വർക്ക് എന്താണോ അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കുറച്ചധികം ആർട്ട് വർക്ക്സ് ഉണ്ട്. ഇത് ഫുള്ള് നിങ്ങൾ കണ്ടു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻ ഡെപ്തിൽ ആർട്ട് വർക്കിനെ കുറിച്ച് ഓരോ ആർട്ട് വർക്ക് എങ്ങനെയാണ് ആസ്വദിക്കുക എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഒന്നാമത്തെ ആർട്ട് വർക്ക് എടുക്കാം. അപ്പൊ ഞാൻ ഓരോ ആർട്ട് വർക്ക് എടുക്കുമ്പോഴും ഇവിടെ നമ്പർ എഴുതുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന ആർട്ട് വർക്കാണ് നമ്പർ 1. ഇവിടെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്റെ തന്നെ ഒരു പോർട്രേറ്റ് ആണ്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ തന്നെ വരച്ചിട്ടുണ്ട്. ഇതിന്റെ ഒപ്പം ഒരു കുറിപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം, വരച്ചത് നന്നായിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ ലാമിനേഷൻ നന്നായിട്ടുണ്ട്. നോർമലി നമ്മൾ ചില്ലൊക്കെ ഇട്ടിട്ടായിരിക്കും ഡ്രോയിങ്ങുകൾ ലാമിനേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ ഇത് വേറൊരു ടൈപ്പ് ഓഫ് ലാമിനേഷൻ ആണ്. പേപ്പറിന്റെ മുകളിൽ ഒരു തിൻ ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരുന്ന പോലത്തെ ഒരു ലാമിനേഷൻ ആണ്. അപ്പൊ നമുക്ക് ആർട്ട് വർക്ക് ചില്ലിടാതെ സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ലാമിനേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കൂടാതെ എന്റെ ഏകദേശം ഫേസ് കട്ട് എല്ലാം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണിന്റെ ആ ഒരു ഭാഗത്തെ കോൺട്രാസ്റ്റ് എല്ലാം നന്നായിട്ടുണ്ട്. കണ്ണിന്റെ കൃഷ്ണമണിയുടെ ഭാഗത്ത് കണ്ടോ, അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡാർക്ക് ഷെയ്ഡ് ആണ് ഈ ചിത്രത്തിലെ ടോട്ടലി വരുന്ന ഡാർക്ക് ഷെയ്ഡിൽ ഏറ്റവും ഡാർക്ക് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തോട്ട് കാണുന്ന കാഴ്ചക്കാരന്റെ ഫോക്കസ് കൃത്യമായിട്ട് എത്തുന്നുണ്ട്. ഇവിടെ ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് എല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹെയറും കുറച്ചും കൂടി ഡാർക്ക് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. ബാക്കിയെല്ലാം നീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഷെയ്ഡിങ്ങിൽ കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കാം. കുറെ കൂടി നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറെ കൂടി 3D ഫീലിൽ റിയലിസ്റ്റിക് ആയിട്ട് ഈ ഒരു ചിത്രം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം എടുക്കാം. രണ്ടാമത്തെ ചിത്രവും എന്റെയും ഗോപികയുടെയും ഒരു ഒരു ഫോട്ടോ ആണ്. ഇതാണ് ആ ചിത്രം. ഈ ചിത്രം നോക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും ഫേസ് കട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഗ്രിഡ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ ഗ്രിഡ് ലൈൻസ് ഇവിടെ വിസിബിൾ ആയിട്ട് കാണുന്നുണ്ട്. ഗ്രിഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, അത് വരച്ചു കഴിഞ്ഞതിന് ശേഷം ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം കൃത്യമായിട്ട് ഷെയ്ഡ് ചെയ്യും മുമ്പ് കൃത്യമായിട്ട് ഗ്രിഡിന്റെ ലൈൻസ് നല്ല രീതിയിൽ നീറ്റ് ആയിട്ട് മായ്ച്ചു കളയാനായിട്ട് ശ്രദ്ധിക്കുക. അത് വരയ്ക്കുന്ന സമയത്താണെങ്കിലും വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് മാത്രം കാണാൻ പറ്റുന്ന പാകത്തിന് വരയ്ക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇവിടെയൊക്കെ കുറച്ച് ലൈൻസ് വിസിബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നീറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷെയ്ഡിങ് ആണെങ്കിലും ഔട്ട്ലൈൻ ചെയ്തതാണെങ്കിലും നല്ല നീറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. എന്റെ ക്യാമറയിൽ നിന്ന് കുറച്ച് ഗ്ലെയർ അടിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഒരു വൈറ്റ് സ്പോട്ട് പോലെ കാണുന്നത്. ഇതാണ് കണ്ടോ, ഈ ഒരു ഫീലാണ് ചിത്രത്തിന് ഉള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ള ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ കണ്ടോ, ഇവിടെ കുറെ വൈറ്റ് ഗ്യാപ്പുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ട് വേണ്ട ഭാഗങ്ങൾ രണ്ട് മൂന്ന് ലെയർ ഷെയ്ഡ് ചെയ്യാനായിട്ട്
ശ്രദ്ധിച്ചോളൂ. പിന്നെ നേരത്തെ കഴിഞ്ഞ ആർട്ട് വർക്കിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഫേസിലൊക്കെ കുറച്ചും കൂടി ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ലെവലിലോട്ട് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നല്ല രീതിയിൽ വരച്ച, നല്ല കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത നല്ലൊരു ആർട്ട് വർക്കാണ് ഇത് എന്ന് വേണം പറയാനായിട്ട്. വരച്ച ആൾക്ക് കൺഗ്രാജുലേഷൻ. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ആർട്ട് വർക്ക് എടുക്കാം. മൂന്നാമത്തെ ആർട്ട് വർക്കും എൻ്റെ ഒരു പോർട്രേറ്റ് തന്നെയാണ്. ഇത് ഞാൻ എൻ്റെ സ്റ്റുഡിയോന്റെ അകത്ത് വെച്ച് എടുത്ത ഒരു ഫോട്ടോ ആണ്. ആ ഫോട്ടോ ആണ് നോക്കി വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഗ്ലാസ് ആണ് ഫ്രെയിം ഇട്ടിരിക്കുന്നത് കേട്ടോ. ഗ്ലാസിന്റെ ഫ്രെയിം ഇട്ടതുകൊണ്ട് തന്നെ ഗ്ലെയർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് നോക്കുന്ന സമയത്ത് ഇതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, എസ്പെഷ്യലി ഈ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ട് എടുത്ത് കാണിച്ചൊരു ധൈര്യം ഉണ്ടല്ലോ, അതിനെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പൊ എന്റെ സ്റ്റുഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ലൈറ്റും ഞാൻ വരച്ചിരിക്കുന്ന ആ ഒരു ചന്ദ്രന്റെ മൂണിന്റെ ചിത്രങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സ്, ഒരു ഷർട്ടിന്റെ പാറ്റേൺ സമയം എടുത്തിട്ട് തന്നെ വരച്ചിരിക്കുന്നത്. കൂടാതെ ടെക്നിക്കലി വളരെ ബ്രില്യന്റ് ആയിട്ട് അത് ചെയ്തിട്ടുമുണ്ട്. കാരണം നോക്കിയാൽ മനസ്സിലാവും, ഇത് ആദ്യം ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം വൈറ്റ് ജെൽ പെൻ അല്ലെങ്കിൽ വൈറ്റ് കളറുള്ള എന്തോ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ആണ് ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പൊ ഈ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഷർട്ടിന്റെ ചുളിവിനനുസരിച്ചിട്ടാണ് ലൈൻ പോയിരിക്കുന്നത്. കൂടാതെ ആ ലൈൻ വരച്ചതിന് ശേഷം പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഷെയ്ഡും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ടോ, ഈ ഒരു എഫക്ട്, ഈ ഒരു ഭാഗം മാത്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ എഫക്ട് ഇവിടെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ഇത് വരച്ചെന്ന് മനസ്സിലാവുന്നുണ്ട്. കൂടാതെ എന്റെ ഫേസിലുള്ള ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് എല്ലാം മിസ്സാവാതെ ചെയ്തിട്ടുണ്ട്. ഹെയർസിന്റെ ഡയറക്ഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഓവറോൾ നല്ല ഒരു ആർട്ട് വർക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. അതിന്റെ ടോട്ടൽ ആ ഒരു ഫിനിഷിങ് നോക്കുകയാണെങ്കിലും, ടോട്ടൽ ആ ഒരു ഈ പറയുന്ന പോലെ പ്ലേസ്മെന്റ് നോക്കുകയാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല ആർട്ട് വർക്ക് വരച്ച ആർട്ടിസ്റ്റിന് കൺഗ്രാജുലേഷൻ. ഇനി നമുക്ക് അടുത്തത് നാലാമത്തെ ആർട്ട് വർക്കാണ്, ഫോർത്ത് വൺ. നാലാമത്തെ ആർട്ട് വർക്കും എൻ്റെ തന്നെ ഒരു ഒരു പോർട്രേറ്റ് ആണ് വരച്ചിരിക്കുന്നത്. ഞാനൊരു ചിത്രം പിടിച്ചിരിക്കുന്നതായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് ഗ്രിഡുകളോ അധികം ഒന്നും കാണുന്നില്ല. ഗ്രിഡ് ഇല്ലാതെ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല നീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഫേസിന്റെ ആ ഒരു സ്ട്രക്ചറും മുഖച്ഛായൊക്കെ ഏകദേശം കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കൂടാതെ ഷെയ്ഡിങ് എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആർട്ട് വർക്സിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഫേസിൽ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റുഡൻസ് ആരും പേടിക്കാതെ തന്നെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഓൾറെഡി ഫേസിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ചും കൂടി ലേയേഴ്സ് അതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി വരയ്ക്കുന്ന സമയത്ത് ഷെയ്ഡിങ് എല്ലാം ഒബ്സർവ് ചെയ്ത് കുറച്ചും കൂടി ലേയേഴ്സ് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. പിന്നെ ഡാർക്ക് ആയിട്ടുള്ള ഹെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മുകളിലൂടെ 2-3 ലെയറും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ല ബ്ലാക്കിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിന് 8B 10B പോലുള്ള പെൻസിൽസ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുറച്ചും കൂടി ഡെപ്തിലുള്ള ഡാർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഫേഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം ബെറ്റർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ആർട്ട് വർക്കിലോട്ട് കടക്കാം. അഞ്ചാമത്തെ ആർട്ട് വർക്കും ഞങ്ങളുടെ തന്നെ ഒരു ചിത്രമാണ്. ഈ ഒരു ചിത്രവും ആക്ച്വലി ലാമിനേറ്റ് ചെയ്തതാണ്, ചില്ലിട്ടിട്ടല്ല ഫ്രെയിം ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫിനിഷിങ് വേറെ തന്നെയാണ്. കണ്ടോ, ഒരു മാറ്റ് ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് വരച്ചൊരു ചിത്രമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ വരച്ചിരിക്കുന്ന പേപ്പർ നല്ല പേപ്പറാണെന്ന് എനിക്ക് തോന്നുന്നു. പേപ്പറിന്റെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രില്യൻ്റ് ആയിട്ട് ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഷർട്ട് ആദ്യം ഷെയ്ഡ് ചെയ്തിട്ട് ഇറേസ് ചെയ്തിട്ടാണ് ഈ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഫേസിലെ ചെറിയ ഹെയർസ് ഒക്കെ എക്സ്ട്രാ എടുത്ത് വരച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഓവർ ഡീറ്റെയിലിംഗ് ചെയ്ത് ഒരു ഓവർ ഡൂയിലോട്ട് ഈ ആർട്ട് വർക്ക് പോയിട്ടില്ല. കറക്റ്റ് സ്വീറ്റ് സ്പോട്ടിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എല്ലാ ഭാഗത്തും ഒരുപാട് ഡീറ്റെയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച റിസൾട്ട് ആയിരിക്കില്ല കിട്ടുന്നുണ്ടായിരിക്കുക. കറക്റ്റ് സ്പോട്ടിൽ ആ ചിത്രം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. ആ ഒരു കാര്യത്തിൽ ഈ ഒരു ആർട്ടിസ്റ്റ് തീർച്ചയായിട്ടും വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. ഹെയർസിന്റെ ഡീറ്റെയിലിംഗ് ആണെങ്കിലും, ഡ്രസ്സിന്റെ ചുളിവുകളും അതിന്റെ ഡീറ്റെയിലിംഗ് ആണെങ്കിലും, ഫേസിൽ വരുന്ന ചെറിയ ചെറിയ രോമങ്ങളാണെങ്കിലും എല്ലാം ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫേസിലും ഷെയ്ഡ് ചെയ്തിട്ടുണ്ടോ, ഇത് ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല. ക്യാമറയിൽ കുറച്ചും കൂടി ഒരു വൈറ്റ് ടോണിലാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ റിയൽ ആയിട്ട് ഫേസിൽ കുറെ ഭാഗങ്ങളിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല നീറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു ആർട്ട് വർക്കാണ് വരച്ച ആൾക്ക് കൺഗ്രാജുലേഷൻ. ഇനി നമുക്ക് ആറാമത്തെ ആർട്ട് വർക്കിലോട്ട് കിടക്കാം. സിക്സ്ത് വൺ ഒരു ഒരു പെയിന്റിംഗ് ആണ്. പെയിന്റിങ് നല്ല നീറ്റ് ആയിട്ട് ഫ്രെയിം ഇട്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ക്യാൻവാസിൽ ചെയ്ത അക്രിലിക് പെയിന്റിംഗ് ആണെന്നാണ്.
വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കളേഴ്സ് എല്ലാം നല്ല നീറ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കളർ സ്കീം നോക്കുകയാണെങ്കിൽ ഇതിനെ കോംപ്ലിമെന്ററി കളർ സ്കീം എന്ന് വിളിക്കാം. അതായത് റെഡും ഗ്രീനുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കളർ വീലിന്റെ അകത്ത് ഓപ്പോസിറ്റ് വരുന്ന കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് കാണുന്ന ആൾക്ക് ഈ ഒരു ആർട്ട് വർക്ക് തരുന്നുണ്ടായിരിക്കും. ഈ റെഡ് കളേഴ്സ് കുറച്ചും കൂടി ഉദിച്ച് നിൽക്കുന്ന പോലെയും ഗ്രീൻ കളേഴ്സ് കുറച്ചും കൂടി ബാക്കോട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ അതിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം ഇങ്ങനെ ദൂരേക്ക് പോകുന്ന പോലത്തെ ഒരു പെർസ്പെക്റ്റീവ് തരുന്നുണ്ട്. ചെറിയ ചെറിയ മരങ്ങളുടെ പീസുകളൊക്കെ വരച്ച് നല്ല നീറ്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ചെറിയൊരു അഭിപ്രായം ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, കുറച്ച് ഭാഗത്ത് ഇപ്പൊ ഈ ഒരു ഭാഗം ഉണ്ടോ, ഈ ഒരു ഭാഗവുമാണ് കാഴ്ചക്കാരന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പൊ അവിടെ കുറച്ച് ലീഫുകളും കാര്യങ്ങളൊക്കെ കുറെ കൂടി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറെ കൂടി ഡെപ്തിലോട്ട് പോകുന്ന ഒരു എഫക്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് ഇവിടെ ചെയ്തിട്ടുണ്ട്, എന്നിരുന്നാൽ കൂടി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മരത്തിന് കുറെ കൂടി ടെക്സ്ചറും കുറെ കൂടി ഡീറ്റെയിലും കുറെ കൂടി ലൈറ്റ് ആൻഡ് ഷാഡോയും ഇതിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടി നല്ല കട്ടിലുള്ള ബ്രാഞ്ചുകളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇത് അടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് കാഴ്ചക്കാരന് കൊടുക്കാനായിട്ട് സാധിക്കും. ബാക്കി ആ ഒരു കോമ്പോസിഷന്റെ കാര്യത്തിലും അറേഞ്ച് ചെയ്തിരിക്കുന്ന കാര്യത്തിലൊക്കെ നല്ല നീറ്റ് ആയിട്ട് വളരെ കളർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചുവരിൽ തൂക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ആർട്ട് വർക്കായിട്ട് തീർച്ചയായിട്ടും ഇത് കണക്കാക്കാം. വരച്ച ആൾക്ക് കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമുക്ക് ഏഴാമത്തെ ആർട്ട് വർക്കിലോട്ട് കടക്കാം. ഏഴാമത്തെ ആർട്ട് വർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പെൻസിൽ ഡ്രോയിങ് ആണ്. വൈറ്റ് ഫ്രെയിം ഇട്ട് നല്ല നീറ്റ് ആയിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ട് കറക്റ്റ് ആയിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ആർട്ട് വർക്കുകൾ വൈറ്റ് ഫ്രെയിം ഇടുകയാണെങ്കിൽ കുറെ കൂടി ഭംഗിയുണ്ട് കാണാൻ. അതായത് കുറച്ച് ചെറിയൊരു ആർട്ട് വർക്കാണ്, പക്ഷെ നല്ല നീറ്റ് ആയിട്ട് വൈറ്റ് ഫ്രെയിം ഇട്ട സമയത്ത് കുറെ കൂടി ഒരു മിനിമലിസ്റ്റിക് ഫീൽ ഈ ആർട്ട് വർക്കിന് തരുന്നുണ്ട്. പിന്നെ ഷെയ്ഡ് എല്ലാം ഒരു റിയലിസ്റ്റിക് ആയിട്ടല്ല വരച്ചിരിക്കുന്നത്, ഒരു ഡ്രോയിങ് സ്റ്റൈലിൽ തന്നെ വരച്ചിരിക്കുന്നത്. ഷെയ്ഡ് എല്ലാം നല്ല നീറ്റ് ആയിട്ടുണ്ട്. വൈറ്റ് പേപ്പറിന്റെ വൈറ്റുള്ള ഭാഗങ്ങളിലേക്ക് അധികം സ്പ്രെഡ് ആവാതെ നല്ല നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ സൈൻ ഇട്ടതിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സൈൻ ഇടുന്ന സമയത്ത് ഡേറ്റും കാര്യങ്ങളും എഴുതിയിട്ടും ആർട്ടിസ്റ്റുകൾ സൈൻ ഇടാറുണ്ട്, എഴുതാതെയും സൈൻ ഇടാറുണ്ട്. ഞാൻ നോർമലി പണ്ട് വരച്ചിരുന്ന ചിത്രങ്ങളിലൊക്കെ സൈൻ ഇടാറുണ്ടായിരുന്നു ഡേറ്റ് എഴുതിയിട്ട്. ഞാൻ സൈൻ മാത്രമേ ഇടാറുള്ളൂ. നിങ്ങളുടെ ചോയ്സ് ആണ്. ഡേറ്റ് ഇട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് കാലഘട്ടത്തിൽ വരച്ച ചിത്രങ്ങളാണെന്ന് കാണുന്ന കാഴ്ചക്കാരന് മനസ്സിലാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ ഒരു ആർട്ട് വരച്ച ആ ഒരു ആർട്ടിസ്റ്റിന് കൺഗ്രാറ്റുലേഷൻസ്. അടുത്തത് എട്ടാമത്തെ ആർട്ട് വർക്കാണ്. ഇത് കുറച്ച് നമ്പർ ഓഫ് ആർട്ട് വർക്ക്സ് ഉണ്ട്. ഒരാൾ തന്നെ ആണ് വരച്ചതെന്ന് സൈൻ കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ എല്ലാം ഒരുമിച്ച് എടുത്ത് കാണിച്ചു തരാം. വൺ ബൈ വൺ ആയിട്ട് ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് വരച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്റെ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ളതും ഈ ഒരു എലിഫന്റിന്റെ ആർട്ട് വർക്കാണ്. കാരണം ഈ എലിഫന്റിനെ അറിയാലോ, ഇത്തിരി വലിയൊരു ജീവിയാണ്. കൂടാതെ അതിന്റെ ദേഹത്തിന്, അതിന്റെ സ്കിന്നിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. വളരെ ടെക്സ്ചേർഡ് ആയിട്ടുള്ള സ്കിന്നാണ്. കൂടാതെ ചെവിയുടെ ഭാഗത്തുള്ള സ്കിന്നിന്റെ ടെക്സ്ചർ ആയിരിക്കില്ല തുമ്പിക്കൈയിൽ, അതേ ടെക്സ്ചർ ആയിരിക്കില്ല അതിന്റെ കാലിൽ വരുന്നുണ്ടായിരിക്കാം. അങ്ങനെ കുറെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു സ്കിൻ ടെക്സ്ചർ ആണ് എലിഫന്റിനുള്ളത്, ആനയ്ക്കുള്ളത്. ആ ഒരു ആനയുടെ തുമ്പിക്കൈ ഉയർത്തി നിൽക്കുന്ന വളരെ യുണീക്ക് ആയിട്ടൊരു ചിത്രമാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കാലിന്റെ ഭാഗത്തുള്ള ടെക്സ്ചർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തുമ്പിക്കയുടെ ഭാഗത്തെ ടെക്സ്ചർ, തുമ്പിക്കയുടെ രണ്ട് സൈഡിലും ഉള്ള ആ ഒരു ചെറിയൊരു ഒരു ഒരു പൊന്തി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് രണ്ട് സൈഡിലും. ഉള്ളിലോട്ട് ഇങ്ങനെ കുഴിഞ്ഞു പോയിട്ട് അങ്ങനെ ഒരു ഷേപ്പാണ് വരുന്നത്. നോർമലി എല്ലാവരും വരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് പരന്ന രീതിയിൽ സങ്കല്പിക്കും. പക്ഷെ ഇതിന്റെ അകത്തും ഉയർച്ച താഴ്ചകൾ ഉണ്ട്, ഇതിന്റെ അകത്തും ടെക്സ്ചർ ഉണ്ട്, അതിന്റെ അകത്തും ലൈറ്റ് ആൻഡ് ഷാഡോ ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ചെവിയുടെ ഭാഗത്ത് ഞരമ്പുകൾ വരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. കൊമ്പിന്റെ ഭാഗത്തുള്ള തീർച്ചയായിട്ടും ആനക്കൊമ്പ് വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊക്കെ വെളുത്ത കൊമ്പുകളാണല്ലേ, നല്ല വളരെ നീറ്റ് ആയിട്ടുള്ള. പക്ഷെ ശരിക്കും ആനയുടെ കൊമ്പിന് ചെറിയൊരു വേറൊരു ടോണാണ് ഉണ്ടായിരിക്കുക. കൂടാതെ അതിൽ പലപ്പോഴും ക്രാക്കുകളും ചെളിയും ഒക്കെ ഉണ്ടായിരിക്കും. അതുവരെ ഒബ്സർവ് ചെയ്ത് വരച്ചിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ എന്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ആർട്ട് വർക്ക്സ് ആണ് ഈ ഒരു ആർട്ട് വർക്കിന്റെ കൂട്ടത്തിൽ. നല്ല നീറ്റ് ആയിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആർട്ട് വർക്ക് നോക്കാം. സെയിം ആർട്ടിസ്റ്റ് തന്നെ വരച്ചതാണ്. ഇവിടെ ഒരു അനിമലിന്റെ മൗത്ത് ആണ്, ലയൺ അല്ലെങ്കിൽ ടൈഗർ അല്ലെങ്കിൽ പുലി, അങ്ങനത്തെ ഒരു അനിമലിന്റെ മൗത്ത് ആണ് വരച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഷെയ്ഡെല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, ടെക്സ്ചർ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അതിന്റെ മീശ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, ഈ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തതിൽ ഒരു ബ്ലൂയിഷ് ഷെയ്ഡ് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഹൈലൈറ്റിൽ ബ്ലൂയിഷ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഭാഗത്തോട്ട് ആൾക്കാരുടെ ശ്രദ്ധ പോകാനുള്ള ചാൻസ് ഉണ്ട്. മിക്കവാറും ജെൽ പെന്നിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇറേസ് ചെയ്തിട്ട് ആ വൈറ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി ബെറ്റർ ആവും എന്ന് തോന്നുന്നു. ബാക്കി ഡെപ്ത് ആയിട്ട് കൊടുത്ത ഡാർക്ക് ഷാഡോസ് എല്ലാം
നല്ല നീറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടുത്തത് ഒരു 3D പോലെ തോന്നിക്കുന്ന ഒരു ബട്ടർഫ്ലൈയുടെ ആർട്ട് വർക്കാണ്. ഇതും വളരെ മിനിമൽ ആയിട്ടുള്ള വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ്. ഒരു ബട്ടർഫ്ലൈ ഒരു പേപ്പറിന്റെ മുകളിൽ ഇരിക്കുന്ന പോലെയാണ് വരച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി പേപ്പർ ഇത്രയും ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കാണുന്നവർക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ റിയൽ ആയിട്ട് കയ്യിലെടുക്കുമ്പോഴാണ് അതിന്റെ ഫീല് മനസ്സിലാവുള്ളൂ. ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഒരു പേപ്പറിന്റെ മുകളിൽ ബട്ടർഫ്ലൈ ഇരിക്കുന്ന പോലെ ഒരു ഫീല് കിട്ടും. അത് ഒരു ഇത്തരത്തിലെ കളറിന്റെ മുകളിൽ വെച്ചിട്ട് ഫ്രെയിം ചെയ്തിരിക്കുകയാണ്. അപ്പൊ കാണുന്ന കൂട്ടുകാർക്കും ഇതേപോലെ മനോഹരമായിട്ട് ചിത്രങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ വാൾസ്, നമ്മുടെ ചുവരുകൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നല്ല നീറ്റ് ആയിട്ടുള്ള ആർട്ട് വർക്കിന്റെ ഒരു ഐഡിയ ആണത്. കൂടാതെ മറ്റൊരു ആർട്ട് വർക്ക് ഉണ്ട്, സെയിം ആർട്ടിസ്റ്റ് തന്നെ വരച്ച ഒരു ആർട്ട് വർക്കാണ്. ഇത് ഒരു കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ ആണ് വരച്ചിരിക്കുന്നത്. രണ്ട് മരങ്ങളുടെ വേരുകൾ ഇങ്ങനെ കൂടിച്ചേർന്ന് രണ്ട് ഫേസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ വൈറ്റ് ജെൽപ്പനിന്റെ ഇഷ്യൂ ഇതിലും കാണുന്നുണ്ട്. ഒരു ബ്ലൂയിഷ് ടോൺ അതിൽ വരുന്നുണ്ട്. ബ്ലൂയിഷ് ടോൺ ഇല്ലാത്തൊരു വൈറ്റ് ജെൽപ്പൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലൈറ്റ് ആൻഡ് ഷാഡോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് ഈ ബ്ലൂയിലോട്ട് ചെറിയൊരു ബ്ലൂയിഷ് ടോൺ ഉള്ള കാരണം അതിലോട്ട് പെട്ടെന്ന് ശ്രദ്ധ പോകും. ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. മരത്തിന്റെ ബ്രാഞ്ചിന്റെ തിക്നെസ് കറക്റ്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. നോർമലി സ്റ്റുഡൻസ് വരയ്ക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് ഉണ്ടാക്കുന്ന കാര്യം, വളർന്ന് പോകുന്ന സമയത്ത് തിക്നെസ് കുറച്ച് 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 വേണം വരയ്ക്കാനായിട്ട്. എന്നാൽ മാത്രം നാച്ചുറൽ ആയിട്ട് ഒരു നോർമൽ മരത്തിന്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ. ഇത് വളരെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ഒരു പൂച്ചയുടെ ഒരു ചിത്രമാണ്. മരത്തിന്റെ ഗ്യാപ്പിലൂടെ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ വീടിന്റെ ഒരു പൊത്തിലൂടെ നോക്കുന്ന ഒരു പൂച്ചയുടെ ചിത്രം നല്ല നീറ്റായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇത് നമ്മുടെ ക്ലാസ്സിന്റെ അകത്ത് തന്നെ കൊടുത്ത ഒരു ഒരു അസൈൻമെന്റ് ആയിരുന്നു. അപ്പോൾ അതും നല്ല നീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഹൈലൈറ്റ് ഒക്കെ നല്ല നീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. താഴത്തെ ഡാർക്ക് ഷാഡോ എല്ലാം നല്ല നീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് ഇത്തരത്തിലൊരു ചിത്രമാണ്. ഇവിടെ കുറച്ച് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡിങ് മെത്തേഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. സ്കംബ്ലിംഗ് പോലത്തെ ഷെയ്ഡിങ് മെത്തേഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. കൂടാതെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നമുക്ക് കൃത്യമായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത്തരം ആർട്ട് വർക്ക് കണ്ടതിൽ നിന്നും എനിക്ക് പറയാനുള്ള കമന്റ്, ഇനി നെക്സ്റ്റ് ടൈം ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നമ്മളെ കുറച്ചും കൂടി ചലഞ്ച് ചെയ്യുന്ന കുറച്ചും കൂടി ഡിഫറെന്റ് സൈസിലുള്ള ചിത്രങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. ചാർക്കോൾ പെൻസിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ചാർക്കോൾ പെൻസിൽ മെറ്റീരിയൽസ് ഡിഫറെന്റ് മെറ്റീരിയൽസും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ഷെയ്ഡൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ചാർക്കോൾ പെൻസിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി ഡെപ്തിൽ നല്ല ബ്ലാക്ക് കളറിൽ ഡെപ്തിൽ നമുക്ക് ആ ഒരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മെറ്റീരിയൽസ് ഡിഫറെന്റ് യൂസ് ചെയ്ത് നോക്കാം. ഡിഫറെന്റ് സൈസിലുള്ള ആർട്ട് വർക്കുകളും ചെയ്തു നോക്കാം. വരച്ച ആൾക്ക് അഭിനന്ദനങ്ങൾ. അടുത്തത് നമുക്ക് 9ാമത്തെ ആർട്ട് വർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ആ ആർട്ട് വർക്ക്. ഇവിടെ നല്ല രീതിയിൽ തന്നെ ഷെയ്ഡിങ് എല്ലാം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു ലൈറ്റ് ഷേഡോ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആ ഹെയറിന്റെ ടെക്സ്ചർ ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സ്കിൻ ടോണും ഒരു ഡാർക്ക് ആയിട്ടുള്ള സ്കിൻ ടോണാണ് ടോട്ടലി ഫീൽ ആവുന്നത്. അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറയാനുള്ള 2-3 പോയിന്റുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിത്രത്തിന്റെ ടോട്ടാലിറ്റിയിലുള്ള കോമ്പോസിഷൻ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ കൂടി ബെറ്റർ ആയിരിക്കും. ഇവിടെ കട്ട് ചെയ്ത് നിന്ന് പോയല്ലോ. ചിലപ്പോൾ നമ്മുടെ റെഫറൻസ് പിക്ചർ ഇത്രയും ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ പേപ്പറും കൂടി ഇവിടെ വെച്ച് കട്ട് ചെയ്യുക, എന്നിട്ട് ഫ്രെയിം ഇടാനായിട്ട് കൊടുക്കുക. അപ്പൊ കുറെ കൂടി ഫിനിഷിങ് തോന്നും. അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് വരച്ച് ഇപ്പൊ നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ച് ഫുള്ളായിട്ട് വരച്ച് കംപ്ലീറ്റ് ആവാം. അപ്പൊ ഇത്തരത്തിൽ ഫ്രെയിം ഇട്ടൊരു ചിത്രത്തിൽ ഇത്രയും ഭാഗം മാത്രം പെട്ടെന്ന് തീർന്നു പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചക്കാരന് ചിലപ്പോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് മനസ്സിൽ. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ചിത്രത്തിന്റെ അകത്തോട്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ പേപ്പർ ഇവിടെ വെച്ച് കട്ട് ചെയ്തതിനു ശേഷം ഫ്രെയിം ഇടാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫുൾ ആയിട്ട് ചിത്രം കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതില് കുറെ ഭാഗത്ത് ഡാർക്ക് ആയിട്ടുള്ള ഔട്ട്ലൈൻ കാണുന്നുണ്ട്. നെക്സ്റ്റ് വരയ്ക്കുന്ന സമയത്ത് ഔട്ട്ലൈൻ മാക്സിമം ലൈറ്റ് ആക്കുകയാണെങ്കിൽ കുറെ കൂടി നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഫേസിന്റെ ഇവിടെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാർക്ക് ഔട്ട്ലൈൻ ഇങ്ങനെ കാണുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ കുറെ കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കി എല്ലാ തരത്തിലും ഒരു 3D ഫീല് കിട്ടുന്ന രീതിയിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഈ ഒരു ആർട്ടിസ്റ്റ് ചിത്രം വരച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടൊരു ചിത്രം തന്നെയാണ്. ഇപ്പൊ വരച്ച ആൾക്ക് കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമുക്ക് 10ാമത്തെ ചിത്രത്തിലോട്ട് കിടക്കാം. 10ാമത്തെ ചിത്രം ഒരു കാരിക്കേച്ചർ ആണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രെയിമാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. ഒരു ഗോൾഡൻ ഫിനിഷ് പോലത്തെ ഒരു ഫ്രെയിമാണ്. ഫ്രെയിം കാണാൻ വളരെ യുണീക്ക് ആയിട്ട് എനിക്ക് തോന്നി. കൂടാതെ ചിത്രം നന്നായിട്ടുണ്ട്. ഇത് ആക്ച്വലി എന്റെ മാരേജിന്റെ റിസപ്ഷന്റെ കല്യാണ കുറയിൽ അടിച്ചിരിക്കുന്ന ചിത്രമാണ്. ഞാൻ ഡിജിറ്റലി വരച്ചൊരു ചിത്രമാണ്. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫേസ് അതേപോലെ പെൻസിലിലോട്ട് ആണ് വരച്ചിരിക്കുന്നത്. ഇതിന്റെ അകത്ത് നല്ല നീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. എഴുത്തും നല്ല നീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരിക്കേച്ചർ ആയതുകൊണ്ട് തന്നെ അത് ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്.
അപ്പോൾ വരച്ച ആൾക്ക് കൺഗ്രാജുലേഷൻസ്. ഇനി നമുക്ക് 11ാമത്തെ ആർട്ട് വർക്കിലോട്ട് കടക്കാം. 11ാമത്തെ ആർട്ട് വർക്ക് ഒരു മ്യൂറൽ പെയിന്റിംഗ് ശൈലിയിലുള്ള ഒരു ആർട്ട് വർക്കാണ്. ക്യാൻവാസിൽ അക്രിലിക് പെയിന്റിംഗ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമ്മുടെ വാൾസ് ഒക്കെ അലങ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ മനോഹരമായിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. ക്യാറ്റ് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ചുറ്റും വന്ന ഈ ഒരു വൈറ്റ് ഫ്ലവേഴ്സിന്റെ ആ ഒരു ഡിസൈൻ ആണ്. നല്ല ഒരു ഫീല് ആ ചിത്രത്തിന് ഇത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ വൈറ്റ് ഫ്ലവേഴ്സ് ചുറ്റുമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നോട്ടം നേരെ ഇതിന്റെ സെന്ററിലോട്ട് കൊണ്ടുവരുന്ന രീതിയിൽ ആണ് ആ ഒരു വൈറ്റ് ഫ്ലവറിന്റെ അറേഞ്ച്മെന്റ് വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗം മൊത്തം കളർഫുൾ ആയിട്ടുള്ള കാരണം നമുക്ക് പെട്ടെന്നൊരു ശ്രദ്ധ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റിലോട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ചിത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഡോട്ട് 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 ശൈലിയിലുള്ള പെയിന്റിംഗ് ശൈലിയെല്ലാം നന്നായിട്ടുണ്ട്. ഞാൻ മ്യൂറൽ പെയിന്റിങ്ങിൽ എക്സ്പേർട്ട് ഒന്നുമല്ല. ഒരുപാട് പേര് മ്യൂറൽ പെയിന്റിങ് ചെയ്ത് കണ്ട ഒരു ശീലമാണ് എനിക്കുള്ളത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ നീറ്റായിട്ട് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന രീതിയിൽ തന്നെ നല്ല നീറ്റായിട്ട് വരച്ചിട്ടുണ്ട്. വരച്ച ആൾക്ക് കൺഗ്രാജുലേഷൻസ്. ഇനി നമുക്ക് 12ാമത്തെ ചിത്രം നോക്കാം. 12ാമത്തെ ചിത്രവും ഒരു ബിഗ് ആയിട്ടുള്ള ലാർജ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. അപ്പോൾ ഇത്തരത്തിലാണ് ആ പെയിന്റിംഗ് വന്നിരിക്കുന്നത്. അക്രിലിക് ആണ്, ക്യാൻവാസിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് കട്ടിയിലാണ് പെയിന്റ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒരു അല്ലപ്രേമ ടെക്നിക് എന്ന് വേണമെങ്കിൽ വിളിക്കുന്ന രീതിയിൽ ഉള്ള ഒരു പെയിന്റിംഗ് ആണ്. നല്ല നീറ്റായിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇത്തരത്തിലുള്ള പെയിന്റിങ്ങുകൾ കാണുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ടച്ച് ചെയ്ത് ഫീൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അക്രിലിക് പെയിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് ടച്ച് ചെയ്ത് ഈ ടെക്സ്ചർ എല്ലാം ഫീൽ ആക്കാൻ നമുക്ക് സാധിക്കും. ഫ്ലവറിന്റെ എല്ലാ ഫ്ലവേഴ്സിനെയും കൃത്യമായിട്ട് ഔട്ട്ലൈൻ ഇട്ട് വരച്ചിരിക്കുന്ന ഒരു മെത്തേഡ് അല്ല. പെയിന്റ് തിക്കായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ഫ്ലവർ ആണെന്ന് തോന്നിക്കുന്ന ശൈലിയിലാണ് ഇത് വരച്ചിരിക്കുന്നത്. പെട്ടെന്ന് ദൂരെയൊക്കെ നമ്മളൊരു വാളിലൊക്കെ തൂക്കുകയാണെങ്കിൽ പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഫ്ലവർ ആണെന്ന് തോന്നുകയും അടുത്തോട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് പെയിന്റിന് ഡ്രോപ്പ് ആണെന്ന് മനസ്സിലാകുകയും തോന്നുന്ന തരത്തിലാണ് ഈ ചിത്രം വന്നിരിക്കുന്നത്. ഒരു പ്രത്യേക ശൈലിയുള്ള ഒരു ചിത്രമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആർട്ട് വർക്കാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് വളരെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു അഭിപ്രായം ഉള്ളത്, ഇപ്പൊ ഇവിടെ നമ്മളൊരു ഡാർക്ക് ടോൺ കൊടുത്തല്ലോ, ഇവിടെ ഈ ഒരു ഭാഗത്താണ് ആയിട്ടാണ് ലൈറ്റ് ടോൺ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ നിന്നാണ് വെളിച്ചം വീഴുന്നതെന്നാണ് ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ നിന്നാണ് വെളിച്ചം വീഴുന്നതെങ്കിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ലൈറ്റ് ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ. ഇവിടെ നിന്നാണ് വെളിച്ചം വീഴുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ ഒരു പാത്രത്തിന്റെ ലൈറ്റ് ആൻഡ് ഷോഡയും അറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആവായിരുന്നു. ഈ ഒരു ഷാഡോ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വെളിച്ചം വീഴുന്നതും ആ ഒരു ഒബ്ജക്റ്റിലോട്ട് വെളിച്ചം വീഴുന്നൊക്കെ ഒരു ഫീൽ നമുക്ക് ടോട്ടലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നെക്സ്റ്റ് ടൈം ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ലൈറ്റ് സോഴ്സ് ഒന്ന് ഇമാജിൻ ചെയ്ത് ആ ലൈറ്റ് സോഴ്സിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഒബ്ജക്റ്റുകളിൽ ലൈറ്റിംഗ് ക്രമീകരിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അത് ഏത് ശൈലിയിൽ വരയ്ക്കുന്ന ചിത്രമാണെങ്കിലും ഈ ലൈറ്റ് ആൻഡ് ഷാഡോ തിയറി എല്ലാത്തിലും ഒരുപോലെ അപ്ലിക്കബിൾ ആണെന്ന് മനസ്സിലാക്കുക. ബാക്കി കളേഴ്സ് ഉപയോഗിച്ചിരിക്കുന്ന രീതിയും പെയിന്റിങ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച മെത്തേഡും എല്ലാം വളരെ അപ്രീഷിയേറ്റബിൾ ആണ്. നല്ല നീറ്റായിട്ട് എക്സിബിഷൻ വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള ചിത്രമാണ് തന്നെയാണ് വരച്ചിരിക്കുന്നത്. വരച്ച ആൾക്ക്, ആർട്ടിസ്റ്റിന് കൺഗ്രാജുലേഷൻസ്. അടുത്തത് 13ാമത്തെ ചിത്രമാണ്. സ്ട്രെച്ച്ഡ് ക്യാൻവാസ് ഉപയോഗിച്ച് വരച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. ഈ സ്ട്രെച്ച്ഡ് ക്യാൻവാസ് എന്ന് പറയുന്ന മെറ്റീരിയൽ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മെറ്റീരിയൽ ആണ്. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് വരിക. അതിന്റെ ബാക്കിൽ വുഡ് ആയിരിക്കും. വുഡില് ക്യാൻവാസ് സ്ട്രെച്ച് ചെയ്തിട്ട് സ്റ്റേപ്ലർ അടിച്ചിട്ട് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ചുവരിൽ ആക്ച്വലി 2 ആണി മാത്രം തൂക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ 2 ആണി അടിച്ചു കഴിഞ്ഞാൽ ചുവരിൽ ഇങ്ങനെ കൊളുത്തി ഇടാനായിട്ട് ഈസിലി സാധിക്കും. വേറെ ഫ്രെയിം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അക്രിലിക് പെയിന്റ് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ അത് പ്രൊട്ടക്ഷനോട് കൂടി കാലാകാലങ്ങളോളം അതുപോലെ തന്നെ നിൽക്കും. ക്യാൻവാസിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഫംഗസ് ഒന്നും വരാതെ കറക്റ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു 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 കാര്യമാണ് ഈ ഒരു സ്ട്രെച്ച്ഡ് ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു കാര്യം. അതിൽ അക്രിലിക് പെയിന്റിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെടുത്ത് പറയേണ്ട കാര്യം, ഈ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, എനിക്ക് എന്ത് മെറ്റീരിയൽ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോട്ടൺ ബഡ് ആണെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ഡോട്ട് 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 പോലെ എന്താ പറയാ, ഒരു പഞ്ഞിയുടെ ഫീലില്, ക്ലൗഡിന്റെ ഒക്കെ ഒരു ഫീലില് അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡ്രസ്സിന്റെ ഈ ഒരു ഡ്രസ്സിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലവ് ചിഹ്നം പോലെ ഒരു ക്ലൗഡ് പോലെ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മൂണൊക്കെ ആയിട്ട് ഒരു പെയർ നിൽക്കുന്നതാണ് വരച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുത്തിരിക്കുന്ന രീതിയും പിന്നെ ഇതിന്റെ ഒരു തിളക്കമുണ്ട് കണ്ടോ. എനിക്ക് തോന്നുന്നു വാർണിഷോ മറ്റോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു തിളക്കം കൂടി ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട് അലങ്കരിക്കാൻ പറ്റുന്ന തരത്തിൽ നല്ലൊരു ചിത്രം തന്നെയാണ്. വരച്ച ആർട്ടിസ്റ്റിന് കൺഗ്രാജുലേഷൻസ്. അടുത്തത് 14ാമത്തെ ചിത്രമാണ്. ഇത് ആക്ച്വലി ക്യാൻവാസ് ബോർഡ് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് സ്ട്രെച്ച്ഡ് ക്യാൻവാസ് ആയിരുന്നു. സ്ട്രെച്ച്ഡ് ക്യാൻവാസ് എന്ന് പറയുന്ന ഇത്തരത്തില് വുഡൻ
ഫ്രെയിമിൽ ക്യാൻവാസ് സ്ട്രെച്ച് ചെയ്ത് വരുന്നതാണ്. ഇത് ക്യാൻവാസ് ബോർഡാണ്. ഇതുണ്ട്, ഇതൊരു ബോർഡിൽ ക്യാൻവാസ് പേസ്റ്റ് ചെയ്ത് വരുന്നതാണ്, ഒട്ടിച്ചു വരുന്നതാണ്. ഇതാണ് ക്യാൻവാസ് ബോർഡ്. ഈ ഒരു ചിത്രം വളരെ മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല നീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു താമരയാണ് വരച്ചിരിക്കുന്നത്. കൂടാതെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ താഴെയുള്ള വേറെ താമരകളുടെ അതിന്റെ ഇലയുടെ ഒക്കെ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. പിക്ചറും ടോട്ടാലിറ്റിയിൽ നല്ല നീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പെയിന്റിങ് കഴിഞ്ഞ ഉടനെ തന്നെ ചുവരിൽ തൂക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതിൻ്റെ അകത്തുണ്ട്. ഇത്തരത്തിൽ ക്യാൻവാസ് ബോർഡിലാണ് വരയ്ക്കുന്നതെങ്കിൽ ചുവരിൽ തൂക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമുക്കത് ഫ്രെയിം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആണിയടിക്കേണ്ടി വരും. അപ്പൊ നെക്സ്റ്റ് ടൈം ഈ വരച്ചൊരു ആർട്ടിസ്റ്റ് ഈ ഒരു സ്ട്രക്ചർ ക്യാൻവാസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ലൈറ്റ് ആൻഡ് ഷാഡോസിനെ കുറിച്ച് കുറെ കൂടി പഠിക്കാനും അതിൽ കുറെ കൂടി പ്രാക്ടീസ് ചെയ്യാനും ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ചിത്രം വേറൊരു ലെവലിലോട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നല്ല ടാലന്റ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. വരച്ച ആൾക്ക് കൺഗ്രാറ്റുലേഷൻസ്. അടുത്തത് 15ാമത്തെ ആർട്ട് വർക്കാണ്. അതും ക്യാൻവാസിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു കളർ പെൻസിൽ എന്തോ മറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഗിഫ്റ്റ് ആയിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ക്യാൻവാസിൽ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ക്യാൻവാസിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ടോ ഇപ്പൊ തന്നെ ഓൾറെഡി ചെളി പിടിച്ചു. നോർമൽ ക്യാൻവാസ് ആണെങ്കിൽ പെട്ടെന്ന് ചെളി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നോർമലി നമ്മൾ വൈറ്റ് അക്രലിക് പെയിന്റ് മറ്റോ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. എപ്പോഴും ക്യാൻവാസ് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും പെൻസിൽ ഡ്രോയിങ്ങോ കളർ പെൻസിലോ ചെയ്യാനല്ല. നമ്മൾ ഓയിൽ പെയിന്റ് അല്ലെങ്കിൽ അക്രലിക് പെയിന്റ് അതുപോലുള്ള മീഡിയംസ് യൂസ് ചെയ്യാനാണ് ക്യാൻവാസ് യൂസ് ചെയ്യാറുള്ളത്. ഇത്തരത്തിൽ കളർ പെൻസിൽ അല്ലെങ്കിൽ പെൻസിൽ ഡ്രോയിങ് പോലുള്ള ചിത്രങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഡ്രോയിങ് പേപ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം വരയ്ക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഹാൻഡ് പൊതുവെ എല്ലാവർക്കും വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണെന്ന് പറയാറുണ്ട്. പക്ഷെ ഹാൻഡ് കൈവിരലുകളും അതിന്റെ ഷേപ്പുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. കളറും നല്ല നീറ്റ് ആയിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനായിട്ട് ലൈറ്റ് ആൻഡ് ഷാഡോയിൽ കൂടുതൽ ഒബ്സർവ് ചെയ്യാനും അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും ശ്രദ്ധിച്ചോളൂ. തീർച്ചയായിട്ടും വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് വരച്ചതെന്ന് മനസ്സിലാക്കുന്നത്. കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കുക, കൂടുതൽ ചിത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ നമ്മളിപ്പോ ടോട്ടൽ 15 ആർട്ട് വർക്ക്സ് കണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആർട്ട് വർക്ക് കാണാനായിട്ട്. ഞാനിപ്പോ വീഡിയോ ചെയ്തതിനേക്കാൾ കൂടുതൽ ടൈം വീഡിയോ ചെയ്യും മുമ്പ് ഈ ആർട്ട് വർക്ക്സുമായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് ആർട്ട് വർക്ക്സ് കാണാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് 16ാമത്തെ ആർട്ട് വർക്ക് കാണാം. 16th ആർട്ട് വർക്ക്. ഇത് ഒരു പെൻസിൽ ഡ്രോയിങ് ആണ്. വളരെ നീറ്റ് ആയിട്ട് ചെയ്ത ഒരു പോർട്രേറ്റ് വർക്ക് ആണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, കുറച്ച് ക്യാമറയുടെ കുറച്ച് എക്സ്പോഷർ കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, കണ്ടോ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ഹാച്ചിങ് മെത്തേഡ് ആണ്. ചെരിച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് പാരലൽ ഹാച്ചിങ് മെത്തേഡ് വഴി പ്രോപ്പർ ആയിട്ട് ലൈറ്റ് ആൻഡ് ഷാഡോ കിട്ടുന്ന രീതിയിൽ തന്നെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു താടിയുടെ ഈ ഒരു അറ്റം കൂടി സെയിം പാറ്റേണിലല്ലാതെ കുറച്ചും കൂടി ഹെയേഴ്സ് ഒക്കെ എക്സ്ട്രാ വരച്ചെടുത്ത് കഴിഞ്ഞാൽ കുറെ കൂടി നാച്ചുറൽ ഫീല് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഫേസിൽ ആ ഒരു ഷാഡോ നല്ല കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ആർട്ട് വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ആർട്ട് വർക്ക് കൂടിയാണ്. കഴുത്തിൽ കണ്ടോ ചെറിയ ഡോട്ടും ചെറിയ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വരച്ച ആർട്ടിസ്റ്റിന് അഭിനന്ദനങ്ങൾ. നെക്സ്റ്റ് നമുക്കിനി 17th ആർട്ട് വർക്ക്, 17ാമത്തെ ആർട്ട് വർക്ക് നമുക്ക് നോക്കാം. 17ാമത്തെ ആർട്ട് വർക്ക് ഇത്തരത്തിലൊരു ഗണപതിയുടെ ചിത്രമാണ്. നല്ല നീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ആ ഒരു ഗ്രേഡിയന്റ് ലൈറ്റ് ടോണിൽ നിന്നും യെല്ലോയിഷ് ഓറഞ്ച് ടോണിലേക്കുള്ള ഗ്രേഡിയന്റ് ഫീൽ എഫക്റ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കളർ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. കളർ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ പെൻസിൽ കൊണ്ടുള്ള നോർമൽ ഗ്രാഫൈറ്റ് പെൻസിൽ കൊണ്ടുള്ള ഔട്ട്ലൈൻ വിസിബിൾ ആവുകയാണെങ്കിൽ ഒരു ബ്രൗൺ പെൻസിൽ ഉപയോഗിച്ചിട്ട് അതൊന്ന് ഔട്ട്ലൈൻ കുറച്ചും കൂടി കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറെ കൂടി ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുന്നത് കാണാനായിട്ട് സാധിക്കും. ബാക്കി ബേസിക് ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വരച്ചിട്ടുണ്ട്. വരച്ച ആർട്ടിസ്റ്റിന് കൺഗ്രാറ്റുലേഷൻസ്. അടുത്തത് 18ാമത്തെ ചിത്രമാണ്. ഇത്തരത്തിലുള്ള ചിത്രമാണ് 18ാമത്തെ. എനിക്ക് തോന്നുന്നു ഗ്രാഫൈറ്റ് പെൻസിൽ ഡ്രോയിങ് തന്നെയാണ്. അപ്പൊ അത് സ്മഡ്ജ് ആവാതിരിക്കാനായിട്ട് ഒരു കവറിൽ ആണ് ഇട്ടിരിക്കുന്നത്. നോക്കി കഴിഞ്ഞാല് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ആവുന്നുണ്ട്. ഇങ്ങനെ പെൻസിൽ ഡ്രോയിങ് ചെയ്തതിന് ശേഷം സ്മഡ്ജ് ആവുന്ന ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ലാമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫിക്സൈറ്റ് സ്പ്രേ നമുക്ക് വാങ്ങാൻ കിട്ടും. ഫിക്സൈറ്റ് സ്പ്രേ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ സ്മഡ്ജ് ആവുന്ന ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല നീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ബാക്ക്ഗ്രൗണ്ട് വളരെ ഫ്ലാറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്തെടുത്ത രീതി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ വളരെ സ്മൂത്ത് ആയിട്ടൊക്കെ ഷെയ്ഡിങ് ചെയ്തിട്ടുണ്ട്. ഒരു ഡാൻസറെ ആണ് വരച്ചിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ സൈൻ ഇട്ടിട്ടുണ്ട്. നോർമലി ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സൈൻ ഇടുന്ന സമയത്ത് വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്കൊന്നും ഓൾറെഡി വൈറ്റ് ജെൽ പെൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അത്രയും വിസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ കാണുന്ന സ്ഥലത്ത് വൈറ്റ് ഉള്ള പോർഷനിൽ പെൻസിൽ കൊണ്ട് ഉപയോഗിച്ച് സൈൻ ഇടാണെങ്കിൽ നല്ലതായിരിക്കും. എന്തായാലും നല്ല നീറ്റ് ആയിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. വരച്ച ആർട്ടിസ്റ്റിന് അഭിനന്ദനങ്ങൾ. അടുത്തത് 19ാമത്തെ ചിത്രമാണ്.
ഇത്തരത്തില് വളരെ കളർഫുൾ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇതും പെൻസിൽ ഡ്രോയിങ് ഉപയോഗിച്ച് വരച്ചൊരു ചിത്രമാണെന്നാണ്. വളരെ കളർഫുൾ ആയിട്ട് വരച്ചൊരു ചിത്രമാണ്. ഏകദേശം അനാട്ടമിയും ബാക്കിയുള്ള കാര്യങ്ങളും ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ നല്ല നീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലൈറ്റ് ആൻഡ് ഷാഡോ കൂടി സ്കിൻ ടോണിൽ ലൈറ്റ് ആൻഡ് ഷാഡോ കൂടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഡാർക്ക് ഷെയ്ഡും കൂടി ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിട്ടൊരു ചിത്രമാക്കി ഇതിനെ മാറ്റാമായിരുന്നു. നല്ല നീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇപ്പൊ വരച്ച ആർട്ടിസ്റ്റിന് കൺഗ്രാചുലേഷൻസ്. അടുത്തത് 20ാമത്തെ ചിത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 20ാമത്തെ ചിത്രം ഒരു പെയിന്റിംഗ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത ഒരു ലാൻഡ്സ്കേപ്പ് പെയിന്റിംഗ് ആണ്. അക്രലിക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കട്ടിയുള്ള പേപ്പറിൽ അക്രലിക് പെയിന്റിംഗ് ഉപയോഗിച്ച് നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും എന്ന് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവ് ആണ്. ഗ്രീൻ ആയിട്ടുള്ള ചെടികളുടെ ദൂരേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന കളർ വ്യത്യാസം വളരെ നീറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ആർട്ടിസ്റ്റ് ഇതിന്റെ അകത്ത് വരച്ചിട്ടുണ്ട്. പിന്നെ ഈ വാട്ടറിന്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുന്ന പോലത്തെ ഒരു ഫീൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ മുളം തണ്ടുകളും മരങ്ങളും ഒക്കെ ഒരു ഒരു കാടിന്റെ ഒരു ഫീല്, നേച്ചറിന്റെ ഒരു ഫീല് കിട്ടുന്ന നല്ലൊരു ചിത്രമാണ്. കൂടാതെ ടോട്ടലി നോക്കുന്ന സമയത്ത് കളേഴ്സിന് നല്ലൊരു ഹാർമണി ഉണ്ട്. ഗ്രീനിന്റെ ഷെയ്ഡ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ബ്ലൂ ഷെയ്ഡ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തണുത്ത ഫീല്, ഒരു കൂൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിന്റെ ഫീല് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താഴെയുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ബ്രഷിന്റെ ആ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പുല്ലും കാര്യങ്ങളൊക്കെ നല്ല ഫീല് കിട്ടുന്ന ഒരു ചിത്രമാണ്. നമ്മുടെ വാൾസ് റൂമൊക്കെ അലങ്കരിക്കാൻ പറ്റുന്ന നല്ലൊരു പെയിന്റിംഗ് തന്നെയാണ്. വരച്ച ആർട്ടിസ്റ്റ് തീർച്ചയായിട്ടും നല്ല എഫേർട്ട് എടുത്തിട്ട് വരച്ചൊരു ചിത്രമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. വരച്ച ആൾക്ക് കൺഗ്രാചുലേഷൻസ്. ഇനി നമുക്ക് 21ാമത്തെ ചിത്രത്തിലേക്ക് കടക്കാം. 21ാമത്തെ ചിത്രം ഒരു പോർട്രേറ്റ് ആണ്. ഇത് മദർ തെരേസയുടെ ഒരു പോർട്രേറ്റ് ആണ്. പോർട്രേറ്റ് നോക്കുന്ന സമയത്ത് ഇതിൽ ഡിഫറെന്റ് മീഡിയംസ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്കെച്ച് പെന്നോ മാർക്കറോ മറ്റോ ആണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബ്ലൂ കളർ ചെയ്യാനായിട്ട് സെയിം മാർക്കറോ സ്കെച്ച് പെന്നോ യൂസ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് പെൻസിൽ, ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ്. മിക്സഡ് മീഡിയ, പ്രത്യേകിച്ച് നമ്മൾ പരീക്ഷണങ്ങൾ ചെയ്യുന്ന സമയത്ത് മിക്സഡ് മീഡിയ ഉപയോഗിച്ച് ചിത്രങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡിഫറെന്റ് മീഡിയംസ് ഉപയോഗിച്ച് ചിത്രങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഏകദേശം ഫേസിന്റെ ടോട്ടൽ ഷേപ്പ് ഒക്കെ നല്ല നീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഷെയ്ഡിങ് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ലെവലിലോട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. വരച്ച ആൾക്ക് കൺഗ്രാചുലേഷൻസ്. ഇനി നമുക്ക് അടുത്ത ചിത്രത്തിലോട്ട് 22ാമത്തെ ചിത്രത്തിലേക്ക് കിടക്കാം. 22ാമത്തെ ചിത്രം ഒരു പെൻസിൽ ഡ്രോയിങ് ആണ്. കുറച്ച് ചെടികളുടെ ഒരു ഒരു കെട്ടിവെച്ചിരിക്കുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. ബെസ്റ്റ് വിഷസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ്. നെക്സ്റ്റ് ടൈം ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഔട്ട്ലൈൻ കുറെ കൂടി ലൈറ്റ് ആയിട്ട് ഷെയ്ഡിങ്ങിൽ കൂടുതൽ ഫോക്കസ് കൊടുത്ത് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന സെയിം ചിത്രം തന്നെ കുറെ കൂടി റിയലിസ്റ്റിക് ആക്കി മാറ്റാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു നീറ്റ്നെസ് കീപ്പ് ചെയ്തുകൊണ്ട് കൂടുതൽ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. വരച്ച ആർട്ടിസ്റ്റിന് കൺഗ്രാചുലേഷൻസ്. അടുത്തത് 23ാമത്തെ ചിത്രമാണ്. 23ാമത്തെ ചിത്രം ഒരു ബെയ്ഡ് കൂട് കൂട്ടുന്നതും ഒരു മരത്തിൽ മറ്റൊരു ബെയ്ഡ് ഇരിക്കുന്നതും ഒക്കെയാണ് വരച്ചിരിക്കുന്നത്. ആശംസകൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മരത്തിന്റെ ലീഫ് വരച്ചിരിക്കുന്ന രീതിയാണ്. ശരിക്കും ഒരു മരത്തിന്റെ ലീഫ് എങ്ങനെയാണ് വളരുന്നത്, ഡിഫറെന്റ് ഡയറക്ഷനിലോട്ടായിരിക്കും. ദൂരേക്ക് പോകുമ്പോൾ ഇങ്ങനെ അറ്റത്ത് ചെറിയ ലീഫ് ആയിരിക്കും. പിന്നെ അതിന്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കൂടിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ സ്കംബ്ലിംഗ് ഷെയ്ഡിങ് മെത്തേഡ് ഉപയോഗിച്ച് നല്ല നീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആ ബേഡിന്റെ ഒരു ബെല്ലിയുടെ ഭാഗത്തൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് സ്മഡ്ജ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് വരച്ചിരിക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു സ്കൈഡ് എഫക്ട് കൊടുക്കാനായിട്ട് സ്മഡ്ജ് ചെയ്ത് ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ടോട്ടാലിറ്റിയിൽ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആർട്ടിസ്റ്റിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. വീണ്ടും മനോഹരമായിട്ടുള്ള നല്ല നല്ല ചിത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് 24ാമത്തെ ചിത്രമാണ്. ഒരു ബർത്ത്ഡേ കേക്ക് ആണ് വരച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിന്റെ ടോട്ടൽ നീറ്റ്നെസ് ആണ്. ബേസിക് ഷേപ്പ് എല്ലാം വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇതിന്റെ അകത്ത് വരച്ചിട്ടുണ്ട്. കൂടാതെ ചിത്രത്തിന്റെ നീറ്റ്നെസ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഷെയ്ഡും എല്ലാം കോൺഫിഡന്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇത് വരച്ച ഒരാൾക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ചിത്രങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ വഴങ്ങും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഈ ചിത്രം വരച്ച ആൾക്ക് അഭിനന്ദനങ്ങൾ. അടുത്തത് 25ാമത്തെ ചിത്രമാണ്.
25ാമത്തെ ചിത്രം നമ്മുടെ കോഴ്സിന്റെ അകത്ത് തന്നെ ഒരു വീക്കിലി മീറ്റിംഗിൽ ഞാൻ തന്നെ വരച്ചിട്ടുള്ള ഒരു ചിത്രത്തിന്റെ ഒരു ഏകദേശം അതിനോട് സാമ്യം തോന്നിയൊരു ചിത്രമാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു ട്രീ ആണ് വരച്ചിരിക്കുന്നത്. കോഴ്സിന്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആ ട്രീയുടെ സ്കംബ്ലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ലീഫ് എല്ലാം വരച്ചിട്ടുണ്ട്. ട്രീയുടെ ഒരു മരത്തിന്റെ ഭാഗത്ത് പാരലൽ ഹാച്ചിങ് ഷെയ്ഡിങ് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ആൻഡ് ഷാഡോ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ അകത്തൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിന്നാണ് വെളിച്ചം വരുന്നത്. ഇവിടെ ഹൈലൈറ്റ് ഉണ്ട്, ലൈറ്റ് ടോൺ ഉണ്ട്, മിഡിൽ ടോൺ ഉണ്ട്, ഡാർക്ക് ടോൺ ഉണ്ട്. കോഴ്സിന്റെ അകത്ത് നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് ഈ ഒരു ആർട്ടിസ്റ്റിന് കൃത്യമായിട്ട് മനസ്സിലാക്കി വരയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. ഒരുപാട് പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. ഒരുപാട് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് 26ാമത്തെ ചിത്രമാണ്. 26ാമത്തെ ചിത്രം ഒരു പരുന്തിന്റെ ഒരു ചിത്രമാണ്. സെയിം ആർട്ടിസ്റ്റ് വരച്ച മൾട്ടിപ്പിൾ ചിത്രങ്ങൾ എൻ്റെ അടുത്തുണ്ട്. 1 ബൈ 1 ആയിട്ട് ഞാൻ കാണിക്കാം. ഇതും നമ്മുടെ കോഴ്സിന്റെ അകത്ത് വരച്ച ഒരു പരുന്തിന്റെ ചിത്രമാണ്. അടുത്തത് നമ്മുടെ കോഴ്സിന്റെ അകത്ത് വരച്ച പേപ്പർ ഫോൾഡഡ് മെത്തേഡ് ഷെയ്ഡിങ് പഠിക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. അത് വരച്ചിട്ടുണ്ട്. ഒരു പോർട്രേറ്റ്, ഒരു ഗേളിന്റെ ഫേസ് വരച്ചിട്ടുണ്ട്. നല്ല നീറ്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഷെയ്ഡിങ്ങിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തു. ഓൾറെഡി ട്രീ കാണുമ്പോൾ തന്നെ അറിയാം ഷെയ്ഡിങ് ചെയ്യാൻ അറിയാമെന്ന് മനസ്സിലാവുന്നുണ്ട്. ഫേസും ചെയ്യുന്ന സമയത്ത് അതേ ധൈര്യത്തോടു കൂടി ഫേസിലും ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കോഴ്സിന്റെ അകത്ത് അസൈൻമെന്റ് ആയിട്ട് വന്ന ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ അസൈൻമെന്റ് ആയിട്ട് വന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചിത്രം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ ആ ഒരു ബ്രിഡ്ജിന്റെ ചിത്രം വളരെ എഫേർട്ട് എടുത്ത് ഷെയ്ഡിങ് ചെയ്ത് നല്ല നീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ശരിക്കും വേണ്ടത്. ഈ ഒരു ആർട്ടിസ്റ്റിന് നല്ല കോൺഫിഡൻസോട് കൂടി ഡിഫറെന്റ് സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നുണ്ട്. കൂടാതെ നമ്മുടെ കോഴ്സിന്റെ അകത്ത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാറിന്റെ ചിത്രം ഉണ്ടായിരുന്നു. അതും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്ട് ഡ്രോയിങ്ങിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത ചിത്രം, ഒരു കീയുടെ ചിത്രം, അത് റിയൽ കീ തന്നെ നോക്കി വരച്ചിട്ടുണ്ട്. കണ്ടു, ഇവിടെ നമ്മുടെ കോഴ്സിലോട്ട് വന്ന സമയത്ത് പാരലൽ ഹാച്ചിങ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. കോഴ്സ് ഇമ്പ്രൂവ് ആയ സമയത്ത് ആ ഷെയ്ഡിങ് എല്ലാം ബെറ്റർ ആയിട്ട്, ഇപ്പൊ ഒരു സീബ്രയുടെ ഒരു ചിത്രമാണ്, ബെറ്റർ ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതും കോഴ്സിന്റെ അകത്ത് വരച്ച ഒരു ചിത്രമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഇൻഡന്റിങ് മെത്തേഡാണ്. താടി വൈറ്റ് ഹെയർസ് വരയ്ക്കുന്ന ഒരു മെത്തേഡാണ്. അതും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി നല്ല രീതിയിൽ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലായി. നല്ല പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. ഇനി കുറെ മാസ്റ്റർ പീസുകൾ, മനോഹരമായിട്ടുള്ള കുറെ ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്തത് 26ാമത്തെ ചിത്രമാണ്. ഒരു ബുൾസയാണ് വരച്ചിരിക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി അതിന്റെ ഒരു ഹൈലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് നല്ല നീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വാട്ടർ കളറിലാണ് വരച്ചിരിക്കുന്നത്. വാട്ടർ കളറിൽ റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചലഞ്ചാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് ഇത് വരച്ചതിന് ഒരുപാട് കൺഗ്രാറ്റുലേഷൻസ്. പെയിന്റിങ് തന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡിഫറെന്റ് സബ്ജക്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്തത് നമുക്ക് 27ാമത്തെ ആർട്ട് വർക്ക് നോക്കാം. ഒരു സ്പൈഡർമാന്റെ ചിത്രമാണ്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ കോഴ്സിന്റെ അകത്തെ ഒരു ചെറിയൊരു കുട്ടി വരച്ച ഒരു ചിത്രമാണ്. അപ്പോൾ ആള് അതിന്റെ അകത്തുള്ള ഡീറ്റെയിലിംഗ് നല്ല രീതിയിൽ വരച്ചെടുക്കാനായിട്ടുള്ള ക്ഷമ കാണിച്ചു. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ക്ഷമ എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ റിസൾട്ടിൽ. അപ്പോൾ ക്ഷമയോടുകൂടി വരച്ചെടുത്ത ഒരു ചിത്രമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് ടൈം എടുത്ത് ലെയർ ബൈ ലെയർ ആയിട്ട് ഷെയ്ഡ് ചെയ്ത ചിത്രങ്ങളാണ്. ഇതേപോലെ വീണ്ടും മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത നമുക്ക് 28ാമത്തെ ആർട്ട് വർക്ക് നോക്കാം. 28ാമത്തെ എന്റെ തന്നെ ഒരു പോർട്രേറ്റ് ആണ് വരച്ചിരിക്കുന്നത്. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എന്റെ തന്നെ ഫേസ് ആണ് വരച്ചിരിക്കുന്നത്. അതിൽ എന്റെ പുരികത്തിന്റെ ഷേപ്പ് ഒക്കെ ഏകദേശം ഒബ്സർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. മീശയുടെ താടിയുടെ ഷേപ്പ് ഒബ്സർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ പൊട്ടൻഷ്യൽ ഉള്ള ആർട്ടിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സിന്റെ അകത്ത് മെഷർമെന്റ് കറക്ഷൻ, ഫേഷ്യൽ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ കൂടി ബെറ്റർ ആയിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അടുത്തത് 29ാമത്തെ ആർട്ട് വർക്കാണ്. ഇത് ആക്ച്വലി പണ്ട് നമുക്ക് ഓയിൽ പെയിന്റിംഗ് പേപ്പർ അല്ലെങ്കിൽ ക്യാൻവാസ് പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പെർട്ടിക്കുലർ പേപ്പറാണ്. ക്യാൻവാസിന്റെ ഒരു ടെക്സ്ചർ അതിന്റെ അകത്ത് ഉണ്ടായിരിക്കും. അതിലാണ് ഈ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ടെക്സ്ചർ കണ്ടിട്ട് എനിക്ക് അക്രലിക് അല്ലെങ്കിൽ വാട്ടർ കളർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒരു വാട്ടർ കളർ എന്റെ ഫീലിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെയൊക്കെ അക്രലിക്കിന്റെ മെത്തേഡിൽ വൈറ്റ് ഹെയേഴ്സ് വരച്ചിട്ടും ഉണ്ട്. ചിലപ്പോൾ വൈറ്റ് ജെൽ പെൻ ആയിരിക്കാനുള്ള ചാൻസും ഉണ്ട്. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ്. പെട്ടെന്ന് ദൂരെ നിന്നൊക്കെ നോക്കുന്ന സമയത്ത്
വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന രീതിയിലാണ് ഈ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ വൈറ്റ് ഹെയർസിന്റെ ഡയറക്ഷൻ ആണ്. ചുമ്മാ വരച്ചിടാതെ ഒരു ഡോഗിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഹെയർ എങ്ങനെയാണ്, ഏത് ഡയറക്ഷനാണ് വരുന്നത്, അതേ ഡയറക്ഷനിൽ എല്ലാ ഭാഗത്തും ഒബ്സർവ് ചെയ്തിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും ഓവർഡു ചെയ്യാതെയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ബാക്കിൽ വരുന്ന കളർഫുൾ ആയിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ഡോഗിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു ബോഡിനെ കുറച്ചും കൂടി പ്രൊജക്ട് ചെയ്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ട് വർക്കാണ്. വളരെ ടാലന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. വീണ്ടും മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ചെയ്യാനും കൂടുതൽ കൂടുതൽ എക്സിബിഷൻസ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് 30ാമത്തെ ചിത്രമാണ്. 30ാമത്തെ ചിത്രം ഒരു മ്യൂറൽ പെയിന്റിംഗ് ശൈലി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെയിന്റിംഗ് ആണ്. ക്യാൻവാസിലാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ടൈം ക്യാൻവാസിൽ ചെയ്യുന്ന സമയത്ത് ക്യാൻവാസ് വെറുതെ ബ്ലാങ്ക് ആയിട്ട് ഒഴിച്ചിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വൈറ്റ് ക്യാൻവാസിൽ വിടുന്നുണ്ടെങ്കിൽ വൈറ്റ് പെയിന്റ് അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പൊ കണ്ടോ, ഇവിടെ സൈൻ ഇട്ടിരിക്കുന്നത് പെൻസിൽ ബേസ്ഡ് ആണ്, പക്ഷെ അതൊക്കെ സ്മഡ്ജ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നോർമലി ക്യാൻവാസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ചെളി പിടിക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വൈറ്റ് ഒരു സർഫസ് ആണെങ്കിലും വൈറ്റ് പെയിന്റ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളും. ആർട്ട് വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഔട്ട്ലൈൻ ഒക്കെ തിന്നായിട്ടുള്ള ലൈൻസ് ഒക്കെ നല്ല നീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ബ്ലൂ കളറിന്റെ ഒരു ഭാഗങ്ങൾക്കുണ്ടല്ലോ ഏകദേശം ഗ്രേഡിയന്റ് എഫക്റ്റിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ടാലന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായിട്ടും വരച്ച ആൾക്ക് അഭിനന്ദനങ്ങൾ. ഇത് നമുക്ക് 31ാമത്തെ ആർട്ട് വർക്ക് എടുത്തു നോക്കാം. ഇതും ഒരു പെൻസിൽ ഡ്രോയിങ് ആണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ രണ്ട് കൊക്കുകൾ നിൽക്കുന്നതും അതുപോലെ തന്നെ ഒരു മരവും ഒരു സൂര്യനും ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ സൂക്ഷിച്ച് ഒബ്സർവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് പെൻസിൽ ലൈൻസ് മാത്രമേ വരച്ചിട്ടുള്ളൂ. പക്ഷെ ദൂരെ നോക്കുന്ന സമയത്ത് കറക്റ്റ് മരത്തിലെ കൊത്തുപണികൾ ചെയ്ത പോലത്തെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇതിന്റെ സെന്ററിലുള്ള ആ ഒരു ഫ്ലവറിന്റെ ആ ഒരു രൂപങ്ങളൊക്കെ നല്ല നീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്ത് നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റുന്ന ഒരു കലാകാരനാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇനിയും വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള ചിത്രങ്ങൾ ഇതേപോലെ സ്വന്തമായ ശൈലിയിൽ മനോഹരമായിട്ട് വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 32ാമത്തെ ചിത്രം വളരെ റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് വരച്ച ഒരു ചിത്രമാണ്. അതിൽ ഈ ഒരു ചിത്രം കണ്ടോ, ഈ ഒരു ചിത്രത്തിന്റെ വരയ്ക്കാൻ ഉപയോഗിച്ച ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് കളർ എനിക്ക് തോന്നുന്നു ചാർക്കോൾ പൗഡറോ മറ്റോ ഉപയോഗിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള ചാർക്കോൾ പെൻസിലോ മറ്റോ ഉപയോഗിച്ചതായിരിക്കും. വളരെ നീറ്റ് ആയിട്ട് വൈറ്റ് ഗ്യാപ്പ് ഒന്നും ഇല്ല, നല്ല നീറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ എനിക്ക് തോന്നുന്നു ഫിക്സ് ആയിട്ട് സ്പ്രേ അപ്ലൈ ചെയ്തിട്ടുണ്ട് സ്മഡ്ജ് ആവാതിരിക്കാനായിട്ട്. പിന്നെ ഇവിടെ കൈയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറച്ച് ക്രോസിൽ കാണിച്ചു തരാം. എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് വരച്ചിരിക്കുന്നത്. എഫേർട്ട് എടുക്കാതെ ഒരിക്കലും ഈ ഒരു റിസൾട്ട്, ഈ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കില്ല. വരച്ച ആൾക്ക് നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എഫേർട്ട് എടുക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വിരലിന്റെ ഭാഗത്തുള്ള ഫിംഗർ പ്രിന്റ് വരെ നല്ല നീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക ഒരു ഗ്ലോ കിട്ടുന്ന രീതിയിൽ വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ച് കുറെ ഡോട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് പാറ്റേണിൽ ഇട്ടത് കൊണ്ടാണ് ഈ ഒരു റിസൾട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് വർക്കാണ് ഇത്. അടുത്തത് ഒരു പോർട്രേറ്റ് ആണ്. ഈ ഒരു പോർട്രേറ്റ് നോക്കുന്ന സമയത്ത് നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഹെയർ ചെയ്തിരിക്കുന്ന രീതിയാണ്. ഓരോ ഹെയറിന്റെ ഓരോ നാരുകളും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് മാത്രമല്ല ഒരു ടോട്ടൽ ഹെയർ സ്റ്റൈൽ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഫേസിലോട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ആ ഒരു ചെറിയ കുഴിവുകളും ഡോട്ടുകളും ഹൈലൈറ്റും ഒക്കെ എടുത്ത് കാണുന്ന രീതി തന്നെ വരച്ചിട്ടുണ്ട്. ഈ ഇദ്ദേഹം വരച്ച ചിത്രങ്ങളിലെ കോൺട്രാസ്റ്റ് ആണ് എടുത്തു പറയേണ്ടത്. ലൈറ്റ് ആവേണ്ട കാര്യങ്ങൾ ലൈറ്റ് ആയിട്ടും ഡാർക്ക് ആവേണ്ട കാര്യങ്ങൾ ഡാർക്ക് ആയിട്ടും ബ്ലാക്ക് പോലെ തോന്നുന്ന സ്ഥലങ്ങൾ കറക്റ്റ് ബ്ലാക്ക് പോലെ തോന്നുന്ന ആ ഒരു ഷെയ്ഡിലും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ ടെക്നിക്കലി ആൻഡ് മെത്തേഡ് വൈസ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇനിയും ഭാവിയിൽ കൂടുതൽ കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാനും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിട്ട് അറിയപ്പെടാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അടുത്തത് 33ാമത്തെ ആർട്ട് വർക്കിലോട്ട് നമുക്ക് കടക്കാം. അത് നമ്മുടെ ലയണൽ മെസ്സിയുടെ ഒരു പോർട്രേറ്റ് ആണ് വരച്ചിരിക്കുന്നത്. ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ബൊക്കെ എഫക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ താടിയിൽ നമുക്ക് വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ചിട്ട് താടിയുടെ ഓരോ വൈറ്റ് ഹെയർസ് ഒക്കെ എടുത്ത് കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ടീഷർട്ടിന്റെ കോളറിൽ വരെ ഡീറ്റെയിലിംഗ് കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല നീറ്റ് ആയിട്ട് വരച്ച ഒരു ആർട്ട് വർക്കാണ്. റെഫറൻസ് പിക്ചറിൽ ഫേസിൽ കുറച്ചും കൂടി ഡാർക്ക് ഷാഡോസ് ഉണ്ടെങ്കിൽ
ധൈര്യമായിട്ട് അതും കൂടി ഷെയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങോടുകൂടി ഈ ഒരു ചിത്രം നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും വളരെ പൊട്ടൻഷ്യൽ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട്. വരച്ച ആൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത 34ാമത്തെ ആർട്ട് വർക്കാണ്. വളരെ നീറ്റ് ആയിട്ട് വരച്ച ഒരു ഗേളിന്റെ ഒരു പോർട്രേറ്റ് ആണ് 34ാമത്തെ ആർട്ട് വർക്കായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഔട്ട്ലൈൻ ഒക്കെ നല്ല നീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഷെയ്ഡിങ് കുറച്ച് ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇനി നമുക്ക് ഷെയ്ഡിങ് മെത്തേഡുകൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ, ലൈറ്റ് ആൻഡ് ഷാഡോ പഠിച്ചെടുത്ത് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് തന്നെ കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് നല്ല നീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും മുന്നോട്ട് പഠിച്ചു പോകാനും മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് 35ാമത്തെ ആർട്ട് വർക്കാണ്. ഒരു പെൺകുട്ടിയുടെ ഒരു പോർട്രേറ്റ് ആണ് വരച്ചിരിക്കുന്നത്. ആ മുഖത്തെ ഒരു നിഷ്കളങ്കത ചിത്രം കാണുമ്പോൾ തന്നെ ഫീൽ ആവുന്നുണ്ട്. ആ ഒരു ഫേസിന്റെ ഒരു എക്സ്പ്രഷൻ കറക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൂടാതെ അതിലൊരു ടെക്നിക്കൽ കാര്യങ്ങൾ, മുടി വരയ്ക്കുന്ന രീതിയും ഫേസ് ഷെയ്ഡ് ചെയ്യുന്ന രീതിയും ഡ്രസ്സ് ഷെയ്ഡ് ചെയ്യുന്ന രീതിയൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഓവർഡു ചെയ്യാതെ ശ്രദ്ധിക്കണം. കാരണം കണ്ണിന്റെ താഴെയൊക്കെ ചെറിയ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഏജ് കൂടുതൽ തോന്നിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കറക്റ്റ് ടൈമിൽ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേബിയുടെ കുട്ടികളുടെ പിക്ചേഴ്സ് വരയ്ക്കുന്ന സമയത്ത് ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഇതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഓവർഡു ചെയ്യാതെ കറക്റ്റ് ടൈമിൽ ആ ചിത്രം വരച്ച് സ്റ്റോപ്പ് ചെയ്യാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം നല്ല രീതിയിൽ തന്നെ ലൈറ്റ് ആൻഡ് ഷാഡോ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഹെയർ ഒക്കെ നല്ല ഡാർക്ക് ആയിട്ട് വരച്ചിട്ടുണ്ട്. കണ്ണിലോട്ട് ഫോക്കസ് കിട്ടുന്ന രീതിയിൽ കണ്ണിന്റെ ആ ഡാർക്ക് ഷെയ്ഡൊക്കെ നല്ല ഡാർക്ക് ആയിട്ട് ഡെപ്തിൽ വരച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടിത്തം തോന്നുന്ന രീതിയിൽ തന്നെ നല്ല എക്സ്പ്രഷൻ ഉള്ള നല്ലൊരു ചിത്രമാണ്. വരച്ച ആർട്ടിസ്റ്റിന് കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഭാവിയിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. 36ാമത്തെ ആർട്ട് വർക്ക് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു പോസ്റ്റർ സ്റ്റൈലിലുള്ള ഒരു ആർട്ട് വർക്കാണ്. സ്റ്റേ ഹോം സേവ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ്. അതിൽ കുറെ ഡിസൈൻ എലിമെന്റ്സ് ചുറ്റും കാണുന്നുണ്ട്. ഒരു വീട് പോലത്തെ ഒരു ഷേപ്പ് കാണുന്നുണ്ട്. ഇപ്പൊ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ചുറ്റും വരച്ച ഈ ഷേപ്പുകളുടെ അകത്തുള്ള കളേഴ്സ് ഉണ്ടല്ലോ, ഇത് ഒരേ കളേഴ്സ് അല്ല കൊടുത്തിരിക്കുന്നത്. ഡിഫറെന്റ് ഗ്രീനിന്റെ ഷെയ്ഡ്, ബ്ലൂവിന്റെ ഷെയ്ഡ്, റെഡിന്റെ ഷെയ്ഡ്, അതിന് ഹൈലൈറ്റ്, അതിന് ഡാർക്ക് ടോൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങൾ വരയ്ക്കാനെടുത്ത എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ. കൂടാതെ ഈ ഒരു ഭാഗത്തെ ഈ ഒരു എക്സ്പ്ലോഷൻ പോലുള്ള ഒരു ഫീലാണ് അവിടെ എനിക്ക് കിട്ടുന്നത്. ആ ഒരു ഭാഗത്തെ ആ ഒരു ലൈറ്റിന്റെ ടോൺ ആണെങ്കിൽ നമ്മുടെ സെന്ററിലോട്ട് ഫോക്കസ് കിട്ടുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വരച്ച ആർട്ടിസ്റ്റിന് മനോഹരമായിട്ടുള്ള ഒരുപാട് തീം ബേസ്ഡ് ആയിട്ടുള്ള എക്സിബിഷൻസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതുപോലെ മനസ്സിൽ നിന്നും ഒരുപാട് തീമുകൾ ക്രിയേറ്റ് ചെയ്ത് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യാനും സാധിക്കട്ടെ. മനോഹരമായിട്ടുള്ള ഒരുപാട് എക്സിബിഷൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് 37ാമത്തെ ചിത്രം നോക്കാം. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ബുദ്ധന്റെ ചിത്രമാണ് വരച്ചിരിക്കുന്നത്. അതിൽ എനിക്ക് ഈ ഒരു ലൈറ്റ് ആൻഡ് ഷാഡോ, ബ്ലൂ കളർ ഉപയോഗിച്ച് ലൈറ്റ് ആൻഡ് ഷാഡോ കൊടുത്തത് ഏറെ ഇഷ്ടപ്പെട്ടു. കൂടാതെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ ഒരു ബ്ലൂവിഷിൽ നിന്നും ഒരു അക്വ ഗ്രീൻ പോലുള്ള കളേഴ്സിലോട്ട് ഒരു ട്രാൻസിഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ യെല്ലോ പിങ്ക് ഈ രണ്ട് കളേഴ്സും കുറച്ചും കൂടി എടുത്തു നിൽക്കുന്ന രീതിയിൽ സൈഡിൽ ഒരു ആൽമരത്തിന്റെ ഇലകൾ പോലെ തോന്നുന്ന രീതിയിൽ വരച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കുറച്ചും കൂടി കാം ഫീൽ തരുന്ന, കാരണം കൂൾ കളേഴ്സ് ആണല്ലോ കൂടുതൽ വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു കാം ഫീൽ തരുന്ന, ഒരു സമാധാനത്തിന്റെ ഫീൽ തരുന്ന ഒരു ചിത്രമാണ്. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആർട്ടിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് 38ാമത്തെ ചിത്രം നമുക്ക് നോക്കാം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ് 38ാമത്തെ ഒരു ചിത്രം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അക്രിലിക് പെയിന്റ് അല്ലെങ്കിൽ ഫാബ്രിക് പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലിയിലെ 3 പേരാണെന്ന് മനസ്സിലാകുന്ന പോലെയാണ് വരച്ചിരിക്കുന്നത്. അതില് കുറെ ഡിഫറെന്റ് ഷേപ്പുകളും ഒരു തീം ബേസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാഴ്ചക്കാരന് ചിത്രത്തിന് അവരുടേതായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിൽ അവർ ഫ്രീഡം കൊടുക്കുന്ന തരത്തിലാണ് ഒരുപാട് എലമെന്റുകൾ അതിൻ്റെ അകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വർക്കാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇത് വരച്ച ഒരാൾക്കും ഒരുപാട് എക്സിബിഷൻസ് ചെയ്യാനുള്ള, തീം ബേസ്ഡ് എക്സിബിഷൻസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരുപാട് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ, അത് എക്സിബിറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് നമുക്ക് കുറച്ച് സ്കെച്ച് ബുക്കുകളാണ് പരിചയപ്പെടാനുള്ളത്. 39ാമത്തെ എന്ന് പറയുന്നത് സ്കെച്ച് ബുക്ക് ആണ്. അപ്പൊ ഈ ഒരു സ്കെച്ച് ബുക്കിന്റെ അകത്ത് ഈ ഒരു ആർട്ടിസ്റ്റ് ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ കോഴ്സിന്റെ അകത്തും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഒബ്ജക്ട് ഡ്രോയിങ് വരച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഓൾറെഡി നമ്മുടെ കോഴ്സിന്റെ അകത്ത് ഉള്ള ഒരു ചിത്രമാണ്. ആപ്പിളിന്റെ ഒരു ചിത്രമാണ്. നമ്മുടെ ലൈൻ ഡ്രോയിങ് കോഴ്സിന്റെ അകത്തുള്ള ചിത്രമാണ്. ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. ഇപ്പൊ എന്തായാലും ചിത്രങ്ങൾ കാണുന്ന സമയത്ത്
ഒരു കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഞാൻ നേരത്തെ എടുത്ത് നോക്കിയായിരുന്നു കേട്ടോ. അപ്പൊ അവസാനത്തെ ഭാഗത്തോട്ടൊക്കെ വരുന്ന സമയത്ത് ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റും. ആദ്യം വരച്ച പോലെ ആയിരിക്കില്ല നമ്മുടെ എല്ലാ സ്കെച്ച് ബുക്കിലെ ചിത്രം. ആദ്യം വരയ്ക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് ഷെയ്ഡ് ചെയ്ത ചിത്രമാണെങ്കിൽ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് എത്തുന്ന സമയത്ത് കുറെ കൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ ചിത്രം ഇമ്പ്രൂവ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഇമ്പ്രൂവ്മെന്റ് തീർച്ചയായിട്ടും ഈ ഒരു സ്കെച്ച് ബുക്കിന്റെ അകത്ത് കാണുന്നുണ്ട്. ഇപ്പൊ സ്റ്റുഡൻസിന്റെ സ്കെച്ച് ബുക്ക് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും എപ്പോഴും സന്തോഷമാണ് എനിക്ക് അത് തരാറുള്ളത്. ഓരോരുത്തരുടെ ഇമ്പ്രൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്, അതിന്റെ എഫേർട്ട്, ഓരോ ചിത്രങ്ങൾ വരയ്ക്കുന്നതിലും എടുത്ത എഫേർട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വരച്ച ആൾക്ക് എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമുക്ക് 40ാമത്തെ ആർട്ട് വർക്കിലോട്ട് വരാം. 40ാമത്തെ ആർട്ട് വർക്കും ഒരു സ്കെച്ച് ബുക്ക് തന്നെയാണ്. ഒബ്ജക്ട് ഡ്രോയിങ് കാണുന്നുണ്ട്, പോർട്രേറ്റുകൾ കാണുന്നുണ്ട്, കൂടുതൽ ഫേസിന്റെ പ്രാക്ടീസ് ചെയ്തത് കാണുന്നുണ്ട്. കൂടുതലും പോർട്രേറ്റ് വരയ്ക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് പെട്ടെന്ന് ഒരു സ്കെച്ച് ബുക്ക് നോക്കി കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി. നമ്മുടെ ഫ്ലവർ ഡ്രോയിങ് കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കുക. ഫേസ് വരയ്ക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നമ്മുടെ കോഴ്സിന്റെ അകത്തുള്ള ഫേസിന്റെ ലെസൺസ് കൂടുതൽ അറ്റൻഡ് ചെയ്യുക. ഒബ്ജക്ട് ഡ്രോയിങ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, ഷെയ്ഡിങ്ങിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും ഫ്യൂച്ചറിലോട്ട് വീണ്ടും മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയും. വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് 41ാമത്തെ ചിത്രമാണ്. അതും ഒരു സ്കെച്ച് ബുക്ക് തന്നെയാണ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഒരു ഫേസ് വരച്ചത് കാണുന്നുണ്ട്, കണ്ണ് പ്രാക്ടീസ് ചെയ്തത് കാണുന്നുണ്ട്. സ്കെച്ച് ബുക്കിന്റെ ഒക്കെ സ്പെഷ്യാലിറ്റി ഇതാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറും ഇമ്പ്രൂവ്മെന്റ് എത്രത്തോളം ആണെന്ന് സ്കെച്ച് ബുക്കിൽ തന്നെ അതിന്റെ പ്രൂഫ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്കെച്ച് ബുക്കിന്റെ അകത്ത് ഷെയ്ഡിങ് ചെയ്ത് ഒരുപാട് ചിത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ചിത്രം വരച്ച ആർട്ടിസ്റ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 42ാമത്തെയും ഒരു സ്കെച്ച് ബുക്ക് തന്നെയാണ്. ഈ ഒരു സ്കെച്ച് ബുക്കിന്റെ അകത്ത് വളരെ മനോഹരമായിട്ടുള്ള പോർട്രേറ്റുകളാണ് ഉള്ളത്. ഞാൻ 1 by 1 ആയിട്ട് നിങ്ങളെ കാണിക്കാം. കണ്ടോ, വളരെ നീറ്റ് ആയിട്ട് വരച്ചൊരു പോർട്രേറ്റ് ഉണ്ട്. നല്ല രീതിയിൽ ഷെയ്ഡിങ് ഒക്കെ ചെയ്ത് കുറെ എഫേർട്ട് എടുത്ത് കംപ്ലീറ്റ് ആക്കിയതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത് നമ്മുടെ സിനിമയിൽ, ഏത് സിനിമയിലാണെന്ന് എനിക്കൊരു അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, കൃത്യമായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നായകൻ ആരാണെന്നും നായിക ആരാണെന്നും കൃത്യമായിട്ട് ഫേസ് സ്ട്രക്ചർ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അല്ലു അർജുന വരച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഫേസിന്റെ മുഖച്ചായി വരുന്ന രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത് പേപ്പറിന്റെ കുഴപ്പമാട്ടോ. ഇവിടെ കണ്ടോ, വരച്ചതിൽ കുറച്ച് ഇങ്ങനെ പേപ്പർ കീറി പോകുന്നത് കാണുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ടൈം കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് വരയ്ക്കുന്ന ചിത്രങ്ങൾ കുറെ കൂടി നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പേപ്പറിൽ, ക്വാളിറ്റി ഉള്ള പേപ്പറിൽ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. മെസ്സീനും വരച്ച നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി ആ ബാക്ക്ഗ്രൗണ്ടിൽ ബർഡ് ആയിട്ട് ബാക്കിൽ നിൽക്കുന്ന ഒരാളുടെ ഹെഡൊക്കെ വരച്ചിട്ടുണ്ടല്ലോ. ആ ഒരു മെത്തേഡ് എല്ലാം നല്ല നീറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു കപ്പിൾ ഫോട്ടോ ആണ് വരച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണിന്റെ ആ ഒരു വരയ്ക്കുന്ന കണ്ണിന്റെ ആ ഒരു എക്സ്പ്രഷന്റെ ക്വാളിറ്റി ഒക്കെ നല്ല നീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കോയനെ വരച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ മുടിയുടെ വൈറ്റ് ഹെയർസ് ഒക്കെ ഉണ്ടോ, നല്ല നീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഓൾറെഡി നല്ല നീറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നു. ടെക്നിക്കലി വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ടൂൾസും അതേപോലെ തന്നെ വേണ്ടത്ര ടൂൾസുകൾ വേണ്ടത്ര സമയത്ത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ്. ഈ ഒരു സ്കെച്ച് ബുക്ക് ഞാൻ കുറെ നേരം ഒബ്സർവ് ചെയ്ത് നോക്കിയായിരുന്നു. ഓരോ ചിത്രങ്ങളും ഒന്നിനോടൊന്ന് മെച്ചമായിട്ട് തന്നെ വരയ്ക്കുന്നത്. ഇനി കുറച്ചും കൂടി ടൂൾസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കുറെ കൂടി എഫേർട്ട് എടുത്ത് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ചിത്രങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മുടെ കരിയറിൽ കുറെ കൂടി മുന്നോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. വരയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളും കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്യൂച്ചറിൽ ഒരുപാട് എക്സിബിഷൻസ് ചെയ്യാൻ സാധിക്കട്ടെ. നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് 43ാമത്തെ ചിത്രം എന്താണെന്ന് നോക്കാം. 43ാമത്തെ ചിത്രം ഒരു ഒരു പെൻസിൽ ഡ്രോയിങ് ആണ്. വളരെ നീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം വരയ്ക്കുന്ന സമയത്ത് ഔട്ട്ലൈൻ മാക്സിമം ലൈറ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓൾറെഡി പാരൽ ഹാച്ചിങ് പ്രാക്ടീസ് ചെയ്യണമെന്ന് മനസ്സിലായി. ഒരേ ഡയറക്ഷനിലോട്ട് തന്നെ പാരൽ ഹാച്ചിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലൈറ്റ് ടോൺ, മിഡിൽ ടോൺ, ഡാർക്ക് ടോൺ ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് കൂടുതൽ ചിത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ആൻഡ് ഷാഡോനെ കുറിച്ചുള്ള കുറെ കൂടി നോളജ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കോഴ്സിലൂടെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് 44ാമത്തെ ആർട്ട് വർക്കാണ്. ഇത്തരത്തില് ഒരു ആർട്ട് വർക്കാണ്. കൃഷ്ണനെയും രാധയുമാണ് വരച്ചിരിക്കുന്നത്. ഒരു ലൈൻ ഡ്രോയിങ് ശൈലിയിലാണ് വരച്ചിരിക്കുന്നത്. പക്ഷേ കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസൈൻ വർക്ക്സ് എക്സ്ട്രാ ചെയ്ത പോലെ തോന്നുന്നുണ്ട്. അതെല്ലാം ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ലൈൻ ഡൂഡിൽ പോലത്തെ ചെറിയ ലൈൻ വർക്കുകളെല്ലാം നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടാലിറ്റിയിൽ നോക്കുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള ചിത്രമായിട്ട് തന്നെ ഇത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് 45ാമത്തെ ആർട്ട് വർക്കാണ്. 45ാമത്തെ ആർട്ട് വർക്ക് കുറച്ച് ബിഗ് ആയിട്ടുള്ള
ഒരു ആർട്ട് വർക്കാണ്. ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള ബുദ്ധന്റെ ഒരു ആർട്ട് വർക്കാണ്. ഒരു മണ്ഡല ആർട്ട് ശൈലിയിൽ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. കുറെ നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്. കൂടാതെ ഇതിന്റെ ചുറ്റും വരുന്ന ഡിസൈൻസ് സിമെട്രിക്കലാണ്. വളരെ കൃത്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. അല്ലാത്ത പക്ഷം ഇത് കൃത്യമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കില്ല. വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ശൈലിയിലുള്ള നമ്മുടെ വാൾസ് ചുവരുകളൊക്കെ അലങ്കരിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ്. അപ്പോൾ ഈ ആർട്ടിസ്റ്റിന് ഇത്തരത്തിലുള്ള ഡിസൈൻസ് ഉള്ള ആർട്ട് വർക്ക് ഇഷ്ടമാണെങ്കിൽ ഡൂഡിൽ ആർട്ട് ആൻഡ് മണ്ഡല ആർട്ടിൽ കുറച്ചും കൂടി ഫോക്കസ് കൊടുത്ത് ഇൻഡെപ്തിൽ അത് പഠിച്ചെടുക്കാനും പ്രാക്ടീസ് ചെയ്യാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടേതായ രീതിയിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ഫ്യൂച്ചറിൽ വരയ്ക്കാനായിട്ട് സാധിക്കും. എല്ലാവിധ ആശംസകളും. 46ാമത്തെ ആർട്ട് വർക്ക് നമുക്ക് നോക്കാം. 46ാമത്തെ ആർട്ട് വർക്ക് ഒരു പെൻസിൽ ഡ്രോയിങ് ആണ്. ഒരുപാട് എഫേർട്ട് എടുത്ത് വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു പെൻസിൽ ഡ്രോയിങ് ആണ്. ഞാൻ തന്നെ വരച്ചിട്ടുള്ള ഫ്ലവറിന്റെ ചിത്രം പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഞാനത് പണ്ട് ഒരു ചാർക്കോളിൽ ഇതേപോലത്തെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല എഫേർട്ട് എടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് ചാർക്കോൾ പൗഡർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചാർക്കോൾ പൗഡറും കോട്ടണും യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ഫ്ലവറിന്റെ ഓരോ പെറ്റൽസും ക്ഷമയോട് കൂടി ഓരോ പെറ്റൽസിന്റെയും ലൈറ്റ് ആൻഡ് ഷാഡോ നോക്കി ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരോ പെറ്റൽസിലുമുള്ള ആ ഒരു വെള്ള തുള്ളികളും കറക്റ്റ് ലൈറ്റ് ആൻഡ് ഷാഡോ നോക്കി ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ആർട്ട് വർക്കാണ്. തീർച്ചയായിട്ടും ഫ്യൂച്ചറിലും ഇതേപോലെ കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് 47ാമത്തെ ആർട്ട് വർക്കാണ്. 47ാമത്തെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. ഇപ്പൊ നമ്മുടെ രാജാ രവിവർമ്മയുടെ ഒക്കെ ഒരു പെയിന്റിംഗ് കാണുന്ന പോലത്തെ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പെയിന്റിംഗ് ആണ്. ഇത് ആക്ച്വലി ക്യാൻവാസ് അല്ല, പേപ്പർ തന്നെയാണ്. ഓയിൽ പെയിന്റിംഗ് പേപ്പറിന്റെ മെറ്റീരിയൽ പോലെ തോന്നുന്ന ഒരു പേപ്പർ ആണ്. ഇതിന്റെ സ്കിൻ ടോൺ ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടുന്ന് ഹൈലൈറ്റ് വരുന്ന ഏരിയയും മുഖത്ത് ആ ഒരു പിങ്ക് കളർ പോലെ തോന്നിക്കുന്ന ഒരു ടോണും ഒക്കെ നല്ല നീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ആ ബ്ലൂയിഷ് ടോൺ ഒക്കെ ഉണ്ടോ? ഇത് ആക്ച്വലി വളരെ വലിയൊരു ചിത്രമായതുകൊണ്ട് തന്നെ എന്റെ ക്യാമറയിൽ ഒതുങ്ങുന്നില്ല. അപ്പൊ കുറെ ഭാഗങ്ങളായിട്ട് പാർട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ടോപ്പിൽ ആ ഒരു പോർഷൻ വരുന്നത്. ഇത് മിഡിലെ പോർഷൻ വരുന്ന സമയത്ത് ഇത്തരത്തിലാണ് വരുന്നുണ്ടായിരിക്കുക. ഏറ്റവും താഴെ ഇത് ഇത്തരത്തിലാണ് വരുന്നുണ്ടായിരിക്കുക. താഴെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും താഴെ വാട്ടറും അതിലൂടെയാണ് ഈ നായിക നടന്നു പോകുന്നത്. അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ കൊടുത്തിട്ടുണ്ട്. ദൂരെ ചെടികളും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. പാറക്കെട്ടുകൾ വരച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിന്റെ ചുളിവുകളും നല്ല നീറ്റായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ രാജാ രവിവർമ്മ വരയ്ക്കുന്ന ഒരു ശൈലിയിലാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഈ ഒരു ചിത്രം തോന്നിയത്. വളരെ മനോഹരമായിട്ടുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ചിത്രമാണ്. തീർച്ചയായിട്ടും കൂടുതൽ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ച് ഒരുപാട് എക്സിബിഷൻസ് ചെയ്യാൻ സാധിക്കട്ടെ. നല്ലൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ കരിയർ ഗ്രോ ചെയ്യാൻ സാധിക്കട്ടെ. നല്ലൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ അറിയപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നമസ്കാരം. ഇത് അടുത്ത ദിവസം ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അത്രയും ആർട്ട് വർക്കിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് സമയം ഞാൻ വീണ്ടും ആർട്ട് വർക്കുമായിട്ട് ഇരുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ഡീപ്ലി മനസ്സിലാക്കാനായിട്ട്, നിങ്ങൾ ഓരോരുത്തരും വരയ്ക്കുന്ന ചിത്രങ്ങൾ ഡീപ്ലി മനസ്സിലാക്കാനായിട്ട് ഞാൻ ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാരേജിന് ആർട്ട് വർക്ക് കൊണ്ടുവരാൻ പറഞ്ഞതും ഒക്കെ എനിക്ക് നിങ്ങളെ ഡീപ്ലി അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു എഫേർട്ട് തീർച്ചയായിട്ടും, ഈ എഫേർട്ടിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് എവിടെയാണോ ഏതൊക്കെ കാര്യങ്ങളാണോ മിസ്സിങ് ആയിട്ടുള്ളത് അതെല്ലാം നമുക്ക് വരുന്ന ഓൺലൈൻ കോഴ്സുകളിലും വീക്കിലി മീറ്റിങ്ങിലും എല്ലാം കവർ ചെയ്ത് നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇത്രയും ചെയ്തതിൽ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഫേർട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇത് കൊറിയർ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ പോയിന്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വരച്ച എല്ലാവരും നല്ല രീതിയിൽ പൊട്ടൻഷ്യലുള്ള ആർട്ടിസ്റ്റുകളാണ്. ആലോചിച്ച് നോക്കിയേ, നമ്മൾ മടി പിടിച്ചും ടൈം വേറുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തും ഒക്കെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ പോകുന്നത്. ഒരുപാട് പേർക്ക് അതിൽ എക്സിബിഷൻ ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഉണ്ട്. ഒരുപാട് പേർക്ക് അതിൽ മറ്റുള്ളവരെ ആർട്ട് പഠിപ്പിക്കാനായിട്ട് കേപ്പബിലിറ്റി ഉണ്ട്. ഒരുപാട് പേർക്ക് കമ്മീഷൻ വർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് കേപ്പബിലിറ്റി ഉണ്ട്. ഒരുപാട് പേര് നല്ല ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ അറിയാനായിട്ട് അർഹരായിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മളിൽ തന്നെ വർക്ക് ചെയ്യാത്തടത്തോളം കാലം നമ്മളിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റി മിസ്സായിക്കൊണ്ടിരിക്കുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ടാലൻ്റുള്ള ആൾക്കാർ, നിങ്ങൾ ഇനി ഒരിക്കലും നിങ്ങളുടെ ടാലൻറ്റ് മൂടി വയ്ക്കരുത്. സമൂഹത്തിനെ തുറന്ന് കാണിക്കുന്ന രീതിയിൽ മുന്നോട്ട് ഒരുപാട് നല്ല നല്ല ആർട്ട് വർക്കുകൾ ചെയ്യാനും ആർട്ട് റിലേറ്റഡ് ബന്ധപ്പെട്ടുള്ള ബാക്കി ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനും ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.